السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه الفائزين ما بعد. മഹത്തായ സ്റ്റേജിയെ ധന്യമാക്കിയ SKSSFിൻ്റെയും അതുപോലെ SYS ബഹുമാനപ്പെട്ട സംസ്ഥാന ജമിയത്തുൽ ഉലമ റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ തുടങ്ങിയ സംഘടനയുടെ പ്രഗത്ഭരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, SKSF എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരാണ്, കോഴിക്കോട് ജില്ലയിലെ നേതാക്കളാണ് ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നമ്മുടെ മഹത്തായ ആദർശ പ്രസ്ഥാനത്തിന് വേണ്ടി നമ്മൾ ഒത്തുചേർന്നിരിക്കുകയാണ്. അള്ളാഹു കൂട്ടായ്മ കബൂൽ ചെയ്യുമാറാവട്ടെ. ഇവിടുന്ന് നമുക്ക് ലഭിക്കുന്ന ഊർജം നമ്മുടെ നാടിൻ്റെ പുതിയൊരു മുന്നേറ്റത്തിനുള്ള തുടക്കമായി അള്ളാഹു ഇതിനെ സ്വീകരിക്കുമാറാവട്ടെ. ഞാൻ സുദീർഘമായി ഒന്നും പറയുന്നില്ല. 1980കളുടെ അവസാനം '89 SKSF പിറവിയെടുത്തു. നമുക്കൊക്കെ അറിയാം. ചരിത്രം വ്യക്തമായി പഠിച്ചവരും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവരുമാണ് നിങ്ങളൊക്കെ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ പരിശുദ്ധമായ ദീനിൻ്റെ തനിമയായ അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ പണ്ഡിത സഭയാണ് സമസ്ത എന്ന് നമുക്കറിയാം. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം 1,24,000 പ്രവാചകന്മാരിവിടെ കൊണ്ടുവന്നു. ആ ശൃംഖലയിലെ അവസാനത്തെ കണ്ണിയായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിമിതമായ 23 കൊല്ലക്കാലം കൊണ്ട് ദീനി ദഅവത്ത് പ്രവാചക പ്രബോധനം പൂർത്തിയാക്കി സഹാബത്തിന് കൈമാറി. ലോകത്തിൻ്റെ നാനാഭാഗത്തും ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി അവർ സഞ്ചരിച്ചു. അക്കൂട്ടത്തിൽ മുഈറത്ത് ഇബ്നു ശുഐബ റളിയല്ലാഹു അൻഹു പോലെയുള്ളവർ കൊച്ചു കേരളത്തിൽ വന്നു. അവിടെ നിങ്ങോട്ട് താബീങ്ങൾ, തബഈ താബീങ്ങൾ വഴി അള്ളാഹുവിൻ്റെ ഔലിയാക്കളും ആരിഫീങ്ങളും മഹത്തുക്കളും വഴിയായിക്കൊണ്ട് പരമ്പരാഗതമായി ദീൻ നമ്മുടെ കേരളത്തിൽ വന്നു എന്നൊക്കെ നമുക്കറിയുന്നതാണ്. 1921 കാലഘട്ടങ്ങളിൽ ബിദഈ പ്രസ്ഥാനക്കാർ രംഗത്ത് വരികയും ആയത്തുകളും ഹദീസുകളും അടർത്തിയെടുത്ത് പരമ്പരാഗതമായി കേരളീയ മുസ്ലിങ്ങൾ അനുഷ്ഠിച്ചു പോകുന്ന പല കാര്യങ്ങളും ശിർക്കും കുഫ്റും ബിദഅത്തുമായി ചിത്രീകരിച്ച് സമൂഹത്തിൽ ചിത്രതയുണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ മഹാനായ ബാലവി വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആലിമീങ്ങൾ കോഴിക്കോട് ഒത്തുചേർന്ന് അവർ കൂലങ്കഷമായി ചിന്തിച്ച് ആലോചിച്ച് കണ്ടുപിടിച്ച ഒരു ഉത്തരമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് നമുക്കറിയാം. അള്ളാഹുവിൻ്റെ റസൂൽ സഹാബത്തിന് കൈമാറി പരമ്പരാഗതമായി നിലനിൽക്കുന്ന ദീൻ അതേ മാർഗത്തിൽ കേരളീയ മുസ്ലിം ഉമ്മത്തിനെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തേണ്ടത് ഉലമാക്കളുടെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കേരളീയ മുസ്ലിം ഉമ്മത്തിൻ്റെ ഈമാനും അമലും സംരക്ഷിക്കപ്പെടാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ സമ്മേളിച്ചത് എന്ന് ആലിമീങ്ങൾ പറയുകയുണ്ടായി. മാത്രമല്ല, മഹാനായ വരക്കൽ തങ്ങൾ സമസ്ത രൂപീകരണത്തിന് ശേഷം പ്രധാനമായ 3 കാര്യങ്ങൾ ഊന്നിക്കൊണ്ടൊരു ദുആ നടത്തി എന്നാണ് കഴിഞ്ഞകാല പണ്ഡിതന്മാരും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒന്നാമത്തെ ദുആ, അല്ലാഹുവേ, തീർത്തും അനിവാര്യമായ ഒരു ഘട്ടത്തിൽ കേരളീയ മുസ്ലിം ഉമ്മത്തിൻ്റെ ഈമാനും അമലും സംരക്ഷിക്കപ്പെടാൻ വേണ്ടി മാത്രം ഞങ്ങളിതാ ഒത്തുചേർന്നൊരു സംവിധാനത്തിന് രൂപം നൽകിയിരിക്കുകയാണ് റബ്ബേ. ഞങ്ങൾക്കാർക്കും നേതാക്കളാകാൻ വേണ്ടിയല്ല, മറ്റൊരു ഭൗതിക ലക്ഷ്യത്തിന് വേണ്ടിയുമല്ല, കേരളീയ മുസ്ലിം ഉമ്മത്തിൻ്റെ ഈമാനും അമലും സംരക്ഷിക്കപ്പെടാൻ വേണ്ടി മാത്രം ഞങ്ങളുണ്ടാക്കിയ സംവിധാനത്തിന് കബൂൽ ചെയ്യണമേ എന്നാണ് ഒന്നാമത്തെ ദുആ. നമ്മളൊക്കെയും മാതൃകയാക്കേണ്ടതും അത് തന്നെയാണ്. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും വിശുദ്ധമായ കഅബയുടെ പുനർനിർമ്മാണം നിർവഹിച്ചതിന് ശേഷം
ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ദുആയും അത് തന്നെയായിരുന്നു, റബ്ബനാ തഖബ്ബൽ മിന്ന, അല്ലാഹുവേ കബൂൽ ചെയ്യണമേ. എന്തൊരു നല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ കബൂലിയത്തിന് വേണ്ടി ദുആ ചെയ്യലാണ് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചെന്ന മാതൃക. അങ്ങനെ വരക്കൽ തങ്ങൾ ആദ്യമായി ദുആ ചെയ്തു, അല്ലാഹുവേ കബൂൽ ചെയ്യണമേ. രണ്ടാമത്തെ ദുആ, എക്കാലവും ഈ സംഘടനയുടെ നേതൃസ്ഥാനത്ത് നിന്നെ പേടിക്കുന്ന ഉഖ്റവിയായ ആലിമീങ്ങളെ ഇതിന് നേതൃസ്ഥാനത്ത് നീ കൊണ്ടുവരണമേ എന്നാണ് രണ്ടാമത്തെ ദുആ. മൂന്നാമത്തെ ദുആ, ഈ സംഘടന നിന്നെ പേടിക്കുന്ന ഉഖ്റവിയായ ആലിമീങ്ങളിലൂടെ സംരക്ഷിച്ച് അങ്ങനത്തെ ഉലമാക്കൾ ഇത് കൈമാറി അവസാനം ഈ സംവിധാനം ഇമാം മഹ്ദിയെ ഏൽപ്പിക്കാൻ ഞങ്ങളെ പിൻഗാമികൾക്ക് നീ തൗഫീക്ക് നൽകണമേ എന്നായിരുന്നു മൂന്നാമത്തെ ദുആ. ഈ മൂന്ന് ദുആക്കും അവിടെ കൂടി അള്ളാഹുവിന്റെ ഉഖ്റവിയായ ആലിമീങ്ങൾ ആമീൻ പറഞ്ഞു. അതിൽപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞൊരു പണ്ഡിതനായിരുന്നല്ലോ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർക്കദഹു. നമ്മളൊക്കെ കണ്ടത്, ഞാൻ കണ്ടത്, ഈ ഇരിക്കുന്ന സ്റ്റേജിൽ പലരും കണ്ടത് ഒരു പക്ഷേ കണ്ണിയത്ത് ഉസ്താദിനെ ആയിരിക്കാം. അതിനപ്പുറത്തുള്ള കുത്തിബി ഉസ്താദിനെയും പാങ്ങിലിനെയും പറവണ്ണയെയും കണ്ടവരൊരു പക്ഷേ ഉണ്ട് എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ നമ്മളാരും കണ്ടിട്ടില്ല. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പല ആലിമീങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്, അവരുമായി നമുക്ക് സഹവസിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവരുടെയൊക്കെ സൂക്ഷ്മത, അവരുടെ ആത്മാർത്ഥത, വ്യക്തിശുദ്ധി, അത് നമ്മളൊക്കെ മനസ്സിലാക്കിയതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പൊതുസമൂഹം ഇന്നും സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ കീഴിൽ ഉറച്ചു നിൽക്കുന്നതെന്ന് നമുക്കറിയാം. സമസ്തയുടെ 90-ാം വർഷം നടന്നപ്പോൾ 90 വർഷം സമസ്തയുടെ മഹാന്മാരായ നേതാക്കളുടെയും പ്രവർത്തകരുടെയും വ്യക്തിശുദ്ധിയും ആദർശശുദ്ധിയും നമ്മൾ കേരളീയ മുസ്ലിം സമൂഹത്തിനിടയിൽ നമ്മൾ ചർച്ച ചെയ്തു. അത് പൊതുസമൂഹം ഏറ്റെടുത്തു. ആലപ്പുഴയിൽ സമ്മേളനം നടന്നപ്പോൾ നമുക്കറിയാം, അവിടെ നമുക്ക് സൗകര്യങ്ങൾ ഒരുക്കി തന്നത് അമുസ്ലിം സഹോദരങ്ങളായിരുന്നു. ക്രിസ്തീയ ചർച്ചുകളിൽ ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്തു. അതുപോലെ അമ്പലവളപ്പിൽ സമ്മേളനത്തിന് പോയ മുസ്ലിം സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്ക്, സമസ്തയുടെ അനുയായികൾക്ക് നിസ്കരിക്കാൻ അമ്പലവളപ്പിൽ സൗകര്യം ചെയ്തു തന്നെങ്കിൽ മുസ്ലിങ്ങൾ മാത്രമല്ല പൊതുസമൂഹം മുഴുവനും സമസ്തയെ മനസ്സിലാക്കി എന്നാണ് അതിൽ നമുക്ക് ഉൾക്കൊള്ളാനുള്ള പാഠം. മാത്രമല്ല, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ നേതാക്കന്മാർ തുടക്കകാലം മുതൽ ഇന്നേ വരെ സമസ്തയുടെ ഒരു നയങ്ങളെയും ആശയങ്ങളും മാറ്റി പറയേണ്ടി വന്നിട്ടില്ല. ഒരു വാക്ക് പോലും മാറ്റി പറയേണ്ടി വന്നിട്ടില്ല. നമ്മുടെ നേതാക്കൾ ഒരിക്കലും ജനങ്ങളുടെ ഇടയിൽ വഷളാവുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനം അവരിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ജനങ്ങൾ സമസ്തയുടെ കീഴിൽ ഉറച്ചു നിൽക്കുന്നു. ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ രൂപീകരണ കാലം തൊട്ട് നേതാക്കൾ ഒരുപാട് കഷ്ടപ്പെട്ടു. കുഗ്രാമങ്ങളിൽ ഇറങ്ങി വന്ന് ഓരോ ഗ്രാമാന്തരം സഞ്ചരിച്ചുകൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് കള്ളന്മാരുടെ ഏറ് കൊണ്ടവരുണ്ട്, തെരുവ് പട്ടികളുടെ കടി കൊണ്ടവരുണ്ട്, പട്ടിണി കിടന്ന് കഷ്ടപ്പെട്ടവരുണ്ട്, ചെളിയിലും അതുപോലെ പല വൃത്തികെട്ട സ്ഥലങ്ങളിലും കിടന്ന് ഉറങ്ങിയവരുണ്ട്. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടാണ് ഇന്ന് കേരളം ഏറ്റവും വലിയ ഇസ്ലാമിക ദഅവത്തിന് മാതൃകയാണ് എന്ന് അറബ് രാജ്യങ്ങളുടെ ഉന്നത വക്താക്കൾ വരെ സമ്മതിച്ചൊരു വസ്തുതയാണ്. മഹാനായ ശംസുൽ ഉലമ നവ്വറല്ലാഹു മർക്കദഹു ബഹുമാനപ്പെട്ടവരുടെ ആദരവ് മനസ്സിലാക്കിക്കൊണ്ട് UAE ഔഖാഫ് ശംസുൽ ഉലമക്ക് ഔദ്യോഗിക വിരുന്ന് ഏർപ്പെടുത്തി. അബുദാബി എന്ന ആസ്ഥാനത്തേക്ക് മഹാനായ ശംസുൽ ഉലമയെ ക്ഷണിച്ചു വരുത്തിക്കൊണ്ട് UAE ഔഖാഫ് ഏർപ്പെടുത്തിയ വിരുന്നിൽ അതിന്റെ മതകാര്യ ഡയറക്ടർ ഇഷാമുൽ ബുർഹാനി ശംസുൽ ഉലമയെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞു, ഷെയ്ഖ് അബൂബക്കർ ലാഹു ആലിമു കേരള വലാഹു ആലിമുൽ ഹിന്ദ് ബൽ ഹു ആലിമുൽ ആലം. ഈ ഇരിക്കുന്ന ഷെയ്ഖ് അബൂബക്കർ എന്ന ശംസുൽ ഉലമ കേരളത്തിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ട ഒരു പണ്ഡിതനല്ല, ഇന്ത്യയുടെ മാത്രം പണ്ഡിതനല്ല, ബൽ ഹു ആലിമുൽ ആലം, ലോകത്തിന്റെ മുഴുവനും പണ്ഡിതനാണെന്ന് പറഞ്ഞിട്ട് ഇഷാമുൽ ബുർഹാൻ അവിടെ സത്യം തുറന്നു പറഞ്ഞു, ഒരു കുറ്റസമ്മതം നടത്തി. ഈ മഹാനായ ഷെയ്ഖ് അബൂബക്കർ എന്ന ശംസുൽ ഉലമയുടെ കീഴിൽ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് പോലുള്ള ഒരു വൈജ്ഞാനിക വിപ്ലവം സൃഷ്ടിക്കാൻ, ഒരു ദീനിയായ പുരോഗതി ഉണ്ടാക്കാൻ ഗവൺമെന്റ് ചെലവിൽ ദീനീ പ്രവർത്തനം നടത്തുന്ന അറബ് രാജ്യങ്ങൾക്ക് പോലും കഴിഞ്ഞിട്ടില്ല എന്ന് ഇഷാമുൽ ബുർഹാൻ ഒരു കുറ്റസമ്മതം നടത്തി. നമ്മുടെ നാട്ടിലേക്ക് ഏതെങ്കിലും സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുമ്പോൾ ആൾക്കൂട്ടം കണ്ട് ആവേശത്തോടു കൂടി പറഞ്ഞൊരു കാര്യമല്ല ഇത്. സംഘാടകരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതുമല്ല, ആസ്ഥാനത്തേക്ക് ക്ഷണിച്ചു വരുത്തിയിട്ടുള്ള കുറ്റസമ്മതമായിരുന്നു. അവിടെ കുവൈറ്റിലെ യൂസുഫ് റിഫായി എന്ന ഉന്നത നേതാവ് ഉണ്ടായിരുന്നു, മക്കായിലെ മുഹമ്മദ് മാലിക്കി ഉണ്ടായിരുന്നു. അതുപോലെ പല ഗൾഫ് രാജ്യങ്ങളിലെയും ഉന്നത മതകാര്യ വകുപ്പിന്റെ മേധാവികൾ മുഴുവൻ ഇത് സമ്മതിക്കുകയാണ് ചെയ്തത്. എന്താണ് കാരണം? കൊച്ചു കേരളത്തിലെ ഓരോ മഹല്ലത്തുകളും നമുക്കെന്നറിയാം കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയാണുള്ളത്. അവിടെ മനോഹരമായ പള്ളികളുണ്ട്, മദ്രസകളുണ്ട്, അറബി കോളേജുകളും യതീംഖാനകളും മറ്റു പല സ്ഥാപനങ്ങളും പല മഹല്ലുകളിലുമുണ്ട്. ഇതിന്റെയൊക്കെ നടത്തിപ്പിന് വേണ്ടിയുള്ള കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ഭൂസ്വത്തുക്കളും അതുപോലെ നടത്തിപ്പിന് ആവശ്യമായ കെട്ടിടങ്ങളും മറ്റു പല വരുമാനത്തിന്റെ മാർഗങ്ങളുമൊക്കെ ഓരോ മഹല്ലത്തിലുമുണ്ട്.
ഓരോ മാസവും ലക്ഷക്കണക്കിന് രൂപ ദീനീ പ്രബോധന രംഗത്ത് ഓരോ മഹല്ലത്ത് ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊന്നും ജനകീയ ആസൂത്രണ ഫണ്ടോ MLA-യുടെ MP-യുടെയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഒന്നും ഫണ്ടല്ല. പാവപ്പെട്ട മുസ്ലിം ഉമ്മത്ത് ചില്ലിക്കാശുകൾ സ്വരൂപിച്ചുകൊണ്ട് തെങ്ങും കങ്ങും വഖഫ് ചെയ്ത് പിടിയരി സമ്പാദിച്ചുകൊണ്ട് ഇങ്ങനെ പല രൂപത്തിലും പാവപ്പെട്ട മുസ്ലിം ഉമ്മത്ത് സ്വരൂപിച്ചുണ്ടാക്കിയതാണ് ഈ നേട്ടങ്ങളൊക്കെ. ഈ ഒരു രീതിയിലേക്ക് ഈ ഒരു ബോധം സമൂഹത്തിൽ ഉണ്ടാക്കുക എന്നതാണ് കഴിഞ്ഞകാല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ നേതാക്കൾ ഏറ്റവും വലിയ ചെയ്ത ത്യാഗമെന്ന് നമുക്കറിയാം. 1950കളിലും 60കളിലും നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ കുഗ്രാമങ്ങളിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് സുന്നിയോജന സംഘം ഉണ്ടാക്കിയിട്ടും അതുപോലെ മറ്റു പല സംഘടനകൾ ഉണ്ടാക്കിയിട്ടും പള്ളികളും മദ്രസകളും സ്ഥാപിച്ചുകൊണ്ട് ഈ വിധം കൊച്ചു കേരളത്തിൽ പ്രവർത്തിച്ചു വന്നിട്ടുണ്ട്. അതിന് നേട്ടമാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ത്യാഗങ്ങളൊക്കെ നമ്മുടെ നേതാക്കൾ ചെയ്യുന്ന കാലത്ത് ഇന്ന് വിഘടിത സമസ്തയുടെ നേതാവ് എന്ന് പറയുന്ന ഒരു വലിയ നേതാവ്, അദ്ദേഹം അന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പൊളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ അഖില കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കോഴിക്കോട് ജില്ലയുടെ അഖില കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും അതിന്റെ മുഖപത്രമായ അൽ ജംഇയ്യത്തിന്റെ പത്രാധിപരുമായിരുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ നേതാക്കൾ ഗ്രാമങ്ങളിൽ ഇറങ്ങിക്കൊണ്ട് ഒരുപാട് ത്യാഗം സഹിച്ചുകൊണ്ട് മദ്രസകളും പള്ളികളും മഹല്ലത്തുകളും സ്ഥാപിക്കുമ്പോൾ ഈ നേതാവ് സമസ്തയെ പൊളിക്കാനുള്ള അഖില കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയായി പ്രവർത്തിക്കുകയായിരുന്നു. ഞാൻ ഓർത്തുപോവുകയാണ്, ബഹുമാനപ്പെട്ട ഐദ്റൂസ് ഉസ്താദ് നവറുല്ലാഹു ബർക്കത്ത് ഒരിക്കൽ പറഞ്ഞൊരു സംഭവം. ഐദ്റൂസ് ഉസ്താദിന്റെ ഒരു ഉസ്താദ് അഖില കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകനായിരുന്നു. അദ്ദേഹം ഉസ്താദിനോട് അഖിലയിൽ ചേരാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ ഉസ്താദിന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. ചെറുപ്പം മുതൽ അബ്ദുൽ ബാരി ഉസ്താദിന്റെ ഖാദിമായിക്കൊണ്ട് അബ്ദുൽ ബാരി ഉസ്താദിന്റെ നാട്ടുകാരനായ ഐദ്റൂസ് ഉസ്താദ് സമസ്തയുടെ പല മഹോന്നതരായ നേതാക്കളും അവിടെ വരുമ്പോൾ അവർക്ക് ഖിദ്മത്ത് ചെയ്തുകൊണ്ട് വളർന്ന ഐദ്റൂസ് ഉസ്താദിന് ഒരിക്കലും സമസ്ത വിട്ട് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ സ്വന്തം ഉസ്താദാണ് പറയുന്നത് അഖിലയിൽ പ്രവർത്തിക്കണമെന്ന്. ഉസ്താദിനെ ധിക്കരിക്കാനും പറ്റില്ല, സമസ്തയോട് മാനസികമായി വിട്ടു നിൽക്കാനും കഴിയുന്നില്ല. ഇങ്ങനത്തെ സംഘർഷാവസ്ഥ ഉണ്ടായപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദ് മർഹൂം ചാപ്പരങ്ങാടി ബാപ്പു മുസ്ലിയാരോട് ഉപദേശം തേടാൻ വേണ്ടി പോയി. അന്ന് ചാപ്പരങ്ങാടി ബാപ്പു മുസ്ലിയാർ കോട്ടക്കൽ പാലപ്പുറ പള്ളിയിൽ ഖൽവത്തിനിരിക്കുന്ന ഒരു കാലമാണ്. കോട്ടക്കൽ ജുമാഅത്തുള്ളിയാണ് പാലപ്പുറ പള്ളി. ഖൽവത്ത് എന്ന് പറഞ്ഞാൽ വാതിലടച്ച് ഇബാദത്ത് എടുക്കുകയാണ്, ആർക്കും കാണാൻ കഴിയില്ല, എപ്പോഴെങ്കിലൊക്കെ പുറത്തു വരും. ഉസ്താദിനെ കാണാൻ കഴിയുന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. എന്നാലും ഐദ്റൂസ് ഉസ്താദിന്റെ പിതാവാണ് അവിടുത്തെ മുദരിസ്. ഉപ്പയെങ്കിലും കണ്ടുവരാമല്ലോ എന്ന് വിചാരിച്ച് അബ്ദുൽ ബാരി ഉസ്താദിനെ ബഹുമാനപ്പെട്ട ചാപ്പരങ്ങാടി ഉസ്താദിനെ കാണുകയാണെങ്കിൽ കാണാം, ഇല്ലെങ്കിൽ ഉപ്പയെ കണ്ടുവരാമെന്ന് വിചാരിച്ച് പാലപ്പുറ പള്ളിയിലേക്ക് പോയി. പടിപ്പുര കടന്ന് പള്ളിയിലേക്ക് സ്റ്റെപ്പ് കയറി ഇങ്ങനെ പോകുമ്പോൾ ഒരാൾ ആരോ അവിടെ കാത്തു നിൽക്കുന്നത് പോലെ തോന്നി. അടുത്ത് ചെന്ന് നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട ചാപ്പരങ്ങാടി ഉസ്താദാണ് നിൽക്കുന്നത്. ചാപ്പരങ്ങാടി ഉസ്താദ് വാതിലിന്റെ ഒരു കതക് തുറന്നുകൊണ്ട് കാത്തു നിൽക്കുകയാണ്. ഐദ്റൂസ് ഉസ്താദിനെ കാത്തു നിൽക്കുന്നത് പോലെ അങ്ങോട്ട് ചെന്ന് സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും എന്ന്. സലാം മടക്കിയ ഉടനെ ഒന്നും പറയാൻ അവസരം കൊടുക്കാതെ ഇങ്ങോട്ട് പറയുകയാണ്, നിങ്ങൾ സമസ്തയിൽ ഉറച്ചു നിൽക്കണം, സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം. അത് അള്ളാഹുവിന്റെ ഔലിയാക്കളും ആരിഫ്യങ്ങളും ഉണ്ടാക്കിയ സംഘടനയാണ്. സമസ്ത അല്ലാത്തതൊക്കെ ഇവിടെ ഇല്ലാതെയായി പോകുമെന്ന് പറഞ്ഞ് കഥകടച്ചു അകത്തേക്ക് പോയി എന്നാണ് ചരിത്രം. ഐദ്റൂസ് ഉസ്താദ് സമസ്തയിൽ തന്നെ പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയുള്ള മഹാന്മാർ അള്ളാഹുവിന്റെ ഔലിയാക്കളും ആരിഫ്യങ്ങളും ഒക്കെ സമസ്തയെക്കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട്. 1968 കുറ്റിച്ചിറയിൽ വെച്ച് പാണക്കാട് PMS പൂക്കോയത്തങ്ങൾ ഇവിടെ അഖിലയും വേണ്ട കൊകിലയും വേണ്ട അകലെ പോട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാരുടെ അവസരോചിതമായ ഇടപെടലിന് ശേഷം അഖില ഇല്ലാതെയായി. അഖില തകർന്നു പോയതിനു ശേഷം തന്ത്രപരമായി കൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ കയറിപ്പറ്റുകയാണ് ചെയ്തത്. നിസ്വാർത്ഥരായ നമ്മുടെ ഉസ്താദന്മാരെ അടുത്ത് ചെന്ന് എനിക്ക് പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് മഹാനായ മർഹൂം അവിനിക്കാട് ഇബ്രാഹിം മുസ്ലിയാർ പോലുള്ള ആലിമീങ്ങളെ അടുത്ത് ചെന്ന് നിരന്തരമായി പറഞ്ഞപ്പോൾ അവർ സംസ്ഥയിലെടുത്തു. സംസ്ഥയിൽ വന്നതിന് ശേഷം പ്രശ്നങ്ങളും തുടങ്ങി. 1974 മുഷാവറയിലേക്ക് വന്നത്. ആ ഉടനെ തന്നെ കോഴിക്കോട് ജില്ലയിൽ നിന്ന്, നിങ്ങളുടെ ജില്ലയിൽ നിന്ന് സംസ്ഥ മുഷാവറയിലേക്ക് പ്രമേയം വരികയാണ്, സമസ്ത നേരിട്ട് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണം, അല്ലെങ്കിൽ SYSനെ രാഷ്ട്രീയ പാർട്ടി അംഗീകരിക്കണമെന്ന്. സമസ്ത മുഷാവറ പ്രമേയം തള്ളി. സമസ്തക്ക് രാഷ്ട്രീയമില്ല, വ്യക്തികൾക്ക് രാഷ്ട്രീയമാവാം, പക്ഷേ സമസ്തക്ക് രാഷ്ട്രീയമില്ല എന്ന സമസ്തയുടെ നിലപാട് അന്നും ഇന്നും മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാകാത്ത സമസ്തയുടെ നിലപാട് നേതാക്കൾ വ്യക്തമാക്കി. പക്ഷേ അദ്ദേഹം അടങ്ങി നിന്നില്ല. അന്ന് മുതൽ പല രാഷ്ട്രീയ രംഗത്ത് പല പ്രവർത്തനങ്ങളും തുടങ്ങി. അങ്ങനെ 1973 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ആസ്ഥാനമായ പട്ടിക്കാട് ജാമിയ നൂരി അറബി കോളേജിൽ വെച്ചുകൊണ്ട് നൂറുൽ ഉലമ എന്ന വിദ്യാർത്ഥി സംഘടന കേരളത്തിൽ അറിയപ്പെട്ട മതബോധി വിദ്യാർത്ഥികൾക്ക് കത്തയച്ചുകൊണ്ട് അവരൊക്കെ ക്ഷണിച്ചു വരുത്തി ഉണ്ടാക്കിയ വിദ്യാർത്ഥി പ്രസ്ഥാനം 1973 ഉണ്ടാക്കിയ SSF എന്ന സംഘടന, പാണക്കാട് സയ്യിദ് ഐദുൽ ശിഹാബ് തങ്ങൾ പ്രസിഡന്റും ബഹാവുദ്ദീൻ കൂരിയാട് ഫൈലി നദിവി ജനറൽ സെക്രട്ടറിയുമായി കൊണ്ട് ആദ്യം ഉണ്ടാക്കിയ SSF.
SF പ്രവർത്തിക്കാൻ തുടങ്ങി. അന്ന് മഹാനായ EK ഹസൻ മുസ്ലിയാരെ പോലെയുള്ള പല പണ്ഡിതന്മാരും അന്നേ പറഞ്ഞു ഇത് ആ മരത്തേക്കാളും വലിയ കൊമ്പാകും, ഇതുകൊണ്ട് സമസ്തക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ അന്ന് ബഹുമാനപ്പെട്ട ഹസൻ മുസ്ലിയാരെ പോലെയുള്ള പണ്ഡിതന്മാർക്ക് മറുപടി പറഞ്ഞത് ബഹുമാനപ്പെട്ട KV ഉസ്താദും ഐദ്രോസ് ഉസ്താദും ബഷീർ ഉസ്താദും കോട്ടുമൽ ഉസ്താദും ഒക്കെ ആയിരുന്നു. അത് ആവശ്യമാണെന്ന് പറഞ്ഞ ഒരു സംഘടന ഉണ്ടാക്കി. പക്ഷേ അങ്ങനെ സംഘടന ഉണ്ടാക്കിയ കുറച്ചു കാലം സംഘടന മുമ്പോട്ട് പോയി. പിന്നെ അവരുടെ പഴയ അജണ്ട പുറത്തെടുത്തു. ഈ നേതാവ് ഇഷ്ടമാതിരി പണം പിരിച്ചു കൊണ്ടുവരും. ഗൾഫിൽ നിന്നും ഹറാമും ഹലാലും നോക്കാതെ പണം പിരിച്ചു കൊണ്ടുവരും. ഞാനൊരു പ്രവാസിയാണ്, ഒരുപാട് കാലം ഗൾഫിൽ പ്രവർത്തിച്ച വ്യക്തിയാണ്. നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. എൻ്റെ അതുപോലെ UAE-ലും മറ്റും പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ സ്റ്റേജിലിരിക്കുന്ന അവർക്കൊക്കെ ഒരുപാട് അനുഭവമുണ്ട്. മഹാനായ KK അബൂബക്കർ ഹസ്രത്താണ് ആദ്യമായി സമസ്തയ്ക്ക് വേണ്ടി ഗൾഫിൽ പോകുന്നത്. ബഹുമാനപ്പെട്ട KK ഉസ്താദ് അറബികളുടെ അടുത്ത് പോയിക്കൊണ്ട് ഒരുപാട് കോടികൾ പിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. സമസ്തയ്ക്ക് വേണ്ടി ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട രോഗിയും ക്ഷീണിതനുമൊക്കെ ആയ സമയത്ത് ഒരു പിൻഗാമി വേണ്ടേ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് KK ഉസ്താദ് തന്നെ താല്പര്യം എടുത്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഗൾഫിലേക്ക് അയക്കുന്നത്. അങ്ങനെ ഗൾഫിൽ കൊണ്ടുപോയി പല അറബികളെയും പരിചയപ്പെടുത്തി അറബികൾ തന്നെ പലപ്പോഴും ഉസ്താദ് പല ഫണ്ടും ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഒന്നും കൊടുക്കാനില്ല, ഇനി ഫായിദ മാത്രം ബാക്കിയുണ്ട് എന്ന് പലരും പറഞ്ഞു. അബുദാബിയിലെ മസ്റൂഇ കുടുംബത്തിൽപ്പെട്ട ഒരു അറബി പറഞ്ഞു ഇവിടെ ഫായിദയാണുള്ളത്. ഫായിദ എന്ന് പറഞ്ഞാൽ അറബികൾ ലോക ബാങ്കുകളിലുള്ള പലിശ പണത്തിന് പറയുന്ന ഓമന പേരാണ് ഫായിദ. അത് പാടില്ല, ഹറാമാണെന്ന് പറഞ്ഞ് KK ഉസ്താദ് തിരിച്ചു പോന്നു. ഒരു പ്രാവശ്യം KK ഉസ്താദിനോട് പറഞ്ഞ അത്ര ഒരു മസ്റൂഇ നിങ്ങൾ തിരിച്ചു പോന്നെങ്കിലും നിങ്ങൾ പരിചയപ്പെടുത്തിയ ആ മൂല്യർ അത് വാങ്ങിപ്പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അന്ന് മുതൽ തുടങ്ങിയ പണിയാണ് അറബികളുടെ പലിശ പണം വാങ്ങൽ. ഹറാമും ഹലാലും നോക്കിയത് വാങ്ങുക. മഹാനായ മാനുസാദിന്റെ അടുക്കൽ അറബി ലെറ്റർ കൊടുത്തില്ലേ, ഓരോ വർഷവും 3000 ആളുകൾ ഇസ്ലാമിലേക്ക് കാരന്തൂർ മർക്കസിലൂടെ 3000 ആളുകൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നുണ്ട് എന്ന്. ദുബൈയിലെ ഔക്കാഫിന്റെ മുദീർ ഷെയ്ഖ് ഈസ അൽമാനിയ അദ്ദേഹത്തിന്റെ വീട്ടിലൊരിക്കൽ വിനീതനായ ഞാൻ പോയി. നമ്മുടെ കൊരട്ടിക്കര മുസ്തഫാജിയും ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയി. ഈസ ഞങ്ങളോട് പറഞ്ഞു ആ സ്ഥാപനം വഴി 1000കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നുണ്ട് ഓരോ വർഷവും. മുസ്തഫ പറഞ്ഞു കദ്ദാബാണ്, കളവാണ് ആ പറയുന്നത്. ഇയാൾ പറഞ്ഞു ലാ അല്ലാഹി അന ശുഫ്താദ, ഞാൻ കണ്ടത് എനിക്ക് ബോധ്യമായതാണ്. അയാൾ ആ കാര്യം പറഞ്ഞു. എങ്ങനെ ബോധ്യമായത്? ആൾ പറഞ്ഞു എനിക്ക് ക്ഷണമുണ്ടായി മർക്കസിൽ. ഞാൻ സംസാരിച്ചു. അതിനുശേഷം ഈ ഷെയ്ഖും സംസാരിച്ചു. മറ്റൊരു ഷെയ്ഖ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷെയ്ഖ് എന്നോട് പറഞ്ഞു, ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞു പോകുക, സമയം കുറച്ചല്ലേ ഉള്ളൂ. മറ്റേ ഷെയ്ഖ് എന്നോട് പറഞ്ഞു ഈ ഇരിക്കുന്നതിൽ അധിക പേരും നമ്മുടെ സ്ഥാപനം വഴി ഇസ്ലാമിലേക്ക് വന്നതാണ്. ഇവിടെ ഞാൻ വന്നിരുന്നു. ഉടനെ ഇവിടെ ഉസ്താദ്മാർ എന്നോട് പറഞ്ഞു കണ്ടില്ലേ, എന്നോട് ഇങ്ങനെ പറയാണ്, ഇങ്ങനെയും കണ്ടില്ല രണ്ടിലെ ഈ ഭാഗത്ത് ഇവിടെ നിന്നിട്ടുള്ളവരൊക്കെ നമ്മൾ പിന്നെ ഇബാദ് വഴി അല്ലെങ്കിൽ SKSF വഴി പൊന്നാനിയിലും അതുപോലെ കോഴിക്കോട് എന്താണ് സ്ഥാപനം തെർബിയത്തിലൊക്കെ പോയി നമ്മൾ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊടുത്ത ആൾക്കാരെ ഇവിടെ നിന്ന് കിട്ടിയിരിക്കണമെന്നൊക്കെ എന്നോട് പറഞ്ഞു. നിങ്ങൾ കേട്ടാലല്ലേ പ്രശ്നമുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കൂല്ലേ? കേട്ടില്ലേ വല്ല പ്രശ്നം ഉണ്ടാവും. ഇത് ഇയാൾ പറഞ്ഞപ്പോൾ ഈ ഷെയ്ഖ് ഈസ ഞങ്ങൾ ചിരിച്ചു. അയാൾ പറഞ്ഞു എനിക്കും തോന്നി. അപ്പം ഞാൻ ഇയാളോട് ചോദിച്ചു അങ്ങനെ ഉണ്ടോ, എന്തുകൊണ്ട് പരസ്യമായിട്ട് പറയാത്തത്? ഇയാൾ പറയാണ് ആ സമയത്ത് ഷെയ്ഖ് അബൂബക്കർ എൻ്റെ അടുത്തേക്കൊന്നുകൊണ്ട് അടുത്തിരുന്നിട്ട് എൻ്റെ കാതിൽ പതുക്കെ പറഞ്ഞു ഇതവിടെ പറയാൻ പറ്റൂല, അങ്ങനെ പറഞ്ഞാൽ ഹുക്കൂമത്ത് നമുക്കെതിരാണ്, ഗവൺമെൻറ് എതിരാണ്, സ്ഥാപനം പൂട്ടേണ്ടി വരും, അതുകൊണ്ട് പരസ്യമായി പറയാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ വിശ്വാസമായി. ഞാൻ ഇവിടെ നിങ്ങളോട് മാത്രം പറയല്ല, മുമ്പേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംശയമുണ്ടോ ഷെയ്ഖ് ഈസയോട് ചോദിക്കാം. കൂടെ ഉണ്ടവരൊക്കെ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. പിന്നെ ഷെയ്ഖ് ഈസ കത്ത് കൊടുക്കാൻ തുടങ്ങി. ഓരോ വർഷം 1000കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന സ്ഥാപനമാണ്, ദഅവത്ത് സ്ഥാപനമാണെന്ന് കത്ത് കൊടുത്തുകൊണ്ടാണ് അറബികളിൽ നിന്ന് പണം വാങ്ങുന്നത്. ഇത് കളവല്ലല്ലോ. മഹാനായ KT മാനുസാനി ഈ കത്ത് ഒരു അറബി കൊടുത്തിട്ട് സുന്നി അഫ്കാർ വർഷങ്ങൾക്ക് മുമ്പ് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, എൻ്റെ ഫോട്ടോ കോപ്പി. ഞാൻ കളവ് പറയല്ല. ഈ രീതിയിലാണ് പണം പിരിക്കുന്നത്. ഒരിക്കൽ അല്ലെങ്കിൽ ഒരു അറബിയുടെ അടുത്ത് പോയി, ബഹുമാനപ്പെട്ട ഉമർ ഫൈസിയ പോയത് പള്ളിക്ക് വേണ്ടി. അറബി പറഞ്ഞ് ഞങ്ങളെ കറിയിലെ നേതാവുണ്ട്, ആ നേതാവിൻ്റെ അടുത്ത് പോയാൽ കൂടുതൽ പള്ളി കിട്ടും, ഞങ്ങളെ ഒരു ഗ്രാമത്തിലെ കാരണവലുണ്ട്. അതിൻ്റെ അടുത്ത് പോയപ്പോൾ പറഞ്ഞു വേറെ ആളെ പേര് ഷെയ്ഖിൻ്റെ പേര് പറഞ്ഞു ഈ പരിസരത്തേക്കുള്ള ഷെയ്ഖ് തന്നെ, വലിയ സാംസ്കാരിക പിന്നെ നവോത്ഥാനമൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഷെയ്ഖ്. അയാൾ അറിയില്ല ചോദിച്ചാൽ അറിയുന്നതാണ്, വലിയ ദാഴിയാണ്. നിങ്ങളെ കേരളത്തിലെ ഒരു മന്തൊക്കെ ഒന്നായിട്ട് ഇസ്ലാമിക്ക് കൊടുത്തിട്ട് ഞാൻ അടുത്ത് 21 പള്ളി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അറബി പറഞ്ഞതാ, 21 പള്ളി ഞാൻ കൊടുത്തൊരു മന്ദക്ക എന്ന് പറഞ്ഞ ഒരു ജില്ല നമ്മളെ അല്ലെങ്കിൽ ഏരിയ ഒരു വില്ലേജൊക്കെ ഒന്നിച്ച് ഇസ്ലാം കൊടുത്തിട്ട് ഞാൻ കൊടുത്തു പള്ളി 21 പള്ളി ഉണ്ടാക്കിയെങ്കിൽ തന്നെ എവിടെ സമാധാനത്തോടുകൂടി മുസ്ലിങ്ങൾ ജീവിക്കുന്ന മഹല്ലത്തിൽ മസ്ജിദ് നിറാറുകൾ ഉണ്ടാക്കിക്കൊണ്ട് കുഴപ്പമുണ്ടാക്കുക എന്നല്ലാതെ എവിടെയാണ് ഈ പള്ളി ഉണ്ടാക്കിയത്? ഉണ്ടാക്കിയെങ്കിൽ തന്നെ അതിലേക്ക് കടക്കുകയല്ല. ഈ രീതിയിൽ ഹറാമും ഹലാലും നോക്കാതെ കിട്ടാവുന്ന വഴിയിലൊക്കെ പണം വാങ്ങിക്കൊണ്ട് പണം വാങ്ങിയിട്ട് അടിച്ച് പൊളിച്ച് ജീവിക്കുക കുറച്ച് ആളുകൾ. നമ്മുടെ കഴിഞ്ഞകാല നേതാക്കൾ കഷ്ടപ്പെട്ടുകൊണ്ട് ത്യാഗം ചെയ്തവരാണ്. ബഹുമാനപ്പെട്ട ഐദ്രോസ് ഉസ്താദ് ഒരിക്കൽ പറഞ്ഞൊരു കഥ, മലപ്പുറം ജില്ലയിലെ ഓമച്ചപ്പുഴ ഭാഗത്ത് ഒരു കാരണവരെ കോട്ടക്കലങ്ങാടിയിൽ കോഴി വിൽക്കാൻ വന്നൊരു ആളോട് ചോദിച്ചു നിങ്ങളുടെ നാട്ടിൽ പള്ളിയുണ്ടോ? ഇല്ല.
എങ്ങനെ നിസ്കരിക്കുക? അയാൾ പറഞ്ഞു നിസ്കരിക്കാൻ സമയമില്ല, സുബൈക്ക് മുമ്പ് പാടത്ത് പോയാൽ മഗ്‌രിബായിട്ട് അവർ നിസ്കരിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞു. നിസ്കരിക്കുന്ന ആളുകൾ തന്നെ വീട്ടിൽ നിന്നൊക്കെ നിസ്കരിക്കും. ജുമയൊക്കെ എവിടെ പോകും? ജുമ ഞങ്ങൾ തിരുരങ്ങാടിക്കൊക്കെ പോകും, ഒരുപാട് കിലോമീറ്റർ പോയിട്ട്. ഉസ്താദ് ചിന്തിക്കുകയാണ്, ആ നാട്ടിലൊരു പള്ളിയില്ലെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും. അയാളോട് പറഞ്ഞു ഒരു ദിവസം നിശ്ചയിച്ചു ഞാനന്ന് അങ്ങോട്ട് വരും. അന്ന് അവിടെയെങ്കിലും ആളുകൾ കൂടാൻ സൗകര്യമുണ്ട്. അയാൾ ചോദിച്ചു, അയാൾ പറഞ്ഞു പാടത്തിൻ്റെ വയലിൻ്റെ പക്കത്തൊരു ചായപ്പീടിയുണ്ട്, അവിടെ എല്ലാം ആജിയന്മാരുണ്ട്, 3-4 പേര് പറഞ്ഞെടുത്തു, നിങ്ങൾ അവിടെ കൂട്ടണം, ഞാൻ അങ്ങോട്ട് വരാം. ഉസ്താദ് അന്വേഷിച്ച് പിടിച്ചു, കിലോമീറ്ററുകളോളം പോയി ചുറ്റിക്കറങ്ങി ചെന്ന് നോക്കുമ്പോൾ ഇയാൾ അവിടെ കാണുന്നില്ല. ആരോട് പറഞ്ഞിട്ടില്ല. ഉസ്താദ് നിരാശപ്പെട്ടില്ല. അയാൾ പറഞ്ഞ ആളുകൾ ഓർമ്മ വെച്ച് കണ്ടുപിടിച്ച് രാത്രി 10 മണിയായപ്പോഴേക്ക് എല്ലാവരും കണ്ടുപിടിച്ച് മറ്റൊരു ദിവസം നിശ്ചയിച്ചു വന്നു. ആ ദിവസം ബഹുമാനപ്പെട്ട KV ഉസ്താദ്, ബഷീർ ഉസ്താദ്, ആദർശേരി മുഹമ്മദ് മുസ്ലിയാർ, ഐദ്രൂസ് ഉസ്താദ് എന്ന കേരളത്തിൽ അറിയപ്പെട്ട പ്രൗഢോജ്വല പ്രഭാഷകരായ 4 പണ്ഡിതന്മാർ പോവുകയാണ്. അവിടെയുള്ള ഒരു കാരണവരോട് പള്ളി ഉണ്ടാക്കുന്നതിന് പ്രാധാന്യം പറഞ്ഞപ്പോൾ ഒരു കാരണവർ കുറച്ച് സ്ഥലം വഖഫ് ചെയ്തു. അവിടെ ആഴ്ചകളോളം ഇവർ വയല് പറഞ്ഞു കൊടുത്തിട്ട് ആദ്യം പള്ളി സ്ഥാപിച്ചു, അതിനുശേഷം ദർസ് തുടങ്ങി, അതിനുശേഷം മദ്രസയെ കുറിച്ച് പറഞ്ഞപ്പോൾ സ്വന്തം മക്കൾക്ക് ദീൻ പഠിപ്പിക്കാനുള്ള മദ്രസകൾ ഉണ്ടാക്കി. അങ്ങനെ അതുപോലെ മദ്രസകൾ ഉണ്ടാക്കി അതിന്റെ വരുമാനത്തിന് വേണ്ടി തെങ്ങും കമും വഖഫ് ചെയ്തു. സ്ത്രീകൾ ആഭരണങ്ങൾ വയല് കേട്ട് അഴിച്ചു കൊടുത്തു. വീടുകളിൽ തൂക്കി വെച്ചതിൽ പിടി അരിയിട്ടു, ടിന്ന് വെച്ച് അതിലേക്ക് ചില്ലിക്കാശുകൾ സ്വരൂപിച്ച് ഈ രീതിയിൽ ആണ് പള്ളിയും മദ്രസയും കേരളത്തിൽ ഉണ്ടായത്. ഈ രീതിയിലാണ് ഉണ്ടാക്കിയത്. ഇതിനൊക്കെ നേതാക്കൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരിക്കൽ കോട്ടക്കൽ അങ്ങാടിയിൽ പൂള എന്ന് പറഞ്ഞറിയില്ല, കപ്പ കച്ചവടം ചെയ്യുന്ന ഒരാൾ പറഞ്ഞ് നേരിട്ട് കേട്ടതാ ഞാൻ. അദ്ദേഹം കപ്പ വെക്കുന്ന വൃത്തികെട്ട ഒരു പല കൊണ്ട് അടിച്ചുണ്ടാക്കിയൊരു മേശ. ഈ മേശയിൽ കപ്പ പകല് വെക്കും, രാത്രി പല യാചകർ അവിടെ കിടക്കാറുണ്ട്. ഒരിക്കൽ ഇയാൾ നല്ല ഇടിയും കാറ്റും മഴയുമുള്ള രാത്രി സുബഹിക്ക് മുമ്പ് പള്ളിയിലേക്ക് വരിക, ടൗൺ പള്ളിയിലേക്ക്, സാഹിബിന്റെ പള്ളി എന്ന പള്ളിയിലേക്ക് ആൾ വരിക. വരുമ്പോൾ ആ മേശയിൽ നല്ല വൃത്തിയുള്ള പേപ്പർ വിരിച്ചൊരാൾ കിടക്കുന്നത് കാണുന്നു. ഇദ്ദേഹം ചിന്തിച്ചു, ആരായിരിക്കും ഇത്? സാധാരണ പലരും കിടക്കാറുണ്ട്, ചളി വരണ്ടിരിക്കുകയാണ് മഴ കൊണ്ടിട്ട്. ആ മേശയിലാണ് വൃത്തിയുള്ള പേപ്പർ വിരിച്ചൊരാൾ കിടക്കുന്നത്. ഓയിൽ മുണ്ട് കൊണ്ട് പുതച്ചിട്ടുണ്ട്, വൃത്തിയുള്ള ഒരു ഓയിൽ മുണ്ട്, ചുരുണ്ട് കിടക്കുന്നു, കാറ്റും മഴയും ഇടിയുമുണ്ട്. സുബഹി ബാങ്ക് കൊടുത്തിട്ടില്ല. ഇയാൾ പതുക്കെ ആ ഓയിൽ മുണ്ട് പൊക്കി നോക്കുമ്പോൾ ആ കിടക്കുന്നത് ബഹുമാനപ്പെട്ട പാണക്കാട് PMSA പൂക്കോയത്തങ്ങളായിരുന്നു. മദ്രസകൾ ഉണ്ടാക്കാൻ, പള്ളികൾ ഉണ്ടാക്കാൻ മഹല്ലത്തുകളിൽ ഇറങ്ങിച്ചെന്ന് പാണക്കാട്ടേക്ക് എത്താൻ കഴിയാതെ പീഡികത്തിണ്ണയിലെ പൂളക്കച്ചവടക്കാരന്റെ ചളി പുരണ്ട് ആ മേശയിൽ ചുരുണ്ട് കിടക്കുന്ന പാണക്കാട് PMSA പൂക്കോയത്തങ്ങൾ. സമസ്തയുടെ ആലിമീങ്ങൾ എത്രമാത്രം കഷ്ടപ്പെട്ടു. ഐദ്രൂസ് ഉസ്താദ് ഒരു ദിവസം 12 മണിയാകുമ്പോൾ വീട്ടിലേക്ക് വന്ന് വാതിലിന് മുട്ടി. വാതിൽ തുറക്കാൻ പറഞ്ഞു. വാതിൽ തുറന്നപ്പോൾ എനിക്കൊരു തുണി വേണം ഉടുക്കാൻ എന്ന് പറഞ്ഞ് തുണി കൊടുത്തു. തുണി എടുത്ത് അകത്ത് കയറി നോക്കുമ്പോൾ എൻ്റെ കാലിന് ചോരലിച്ചുകൊണ്ടിരിക്കുക. എന്താ ചോരൽക്കാനുള്ള കാരണം അന്വേഷിച്ച പറഞ്ഞ് ഞാൻ എഡ്രിക്കോട് നിന്ന് നടന്നു വരികയാണ്. 4 കിലോമീറ്ററോളം എഡ്രിക്കോട് നിന്ന് പുതുപ്പറമ്പക്ക് നടക്കുകയാണ്. നടന്ന വഴിയിൽ എൻ്റെ കാലിലൊരു ഈങ്ങ മുള്ളു കുടുങ്ങി, തുണിയിൽ കുടുങ്ങി. ആ മുള്ള് വേർപ്പെടുത്തി പോന്നാ പോരെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു മുള്ള് വേർപ്പെടുത്താൻ കഴിഞ്ഞില്ല, എൻ്റെ കയ്യിൽ ഒരു കൊടയുണ്ട്, മറ്റേ കയ്യിൽ ചൂട്ടുമുണ്ട്. ചൂട്ടിങ്ങനെ മിന്നി വരുമ്പോൾ തെരുവ് പട്ടികൾ, നായ്ക്കൾ ചുറ്റും കൂടിയിട്ട് കൊട കൊണ്ട് നായ്ക്കൾ അടിച്ചടിച്ചിങ്ങനെ വന്നതാ. മുള്ളു വേർപ്പെടുത്താൻ സമയം കിട്ടിയില്ല. നേരം പുറന്ന് സുബൈക്ക് ശേഷം ഞങ്ങൾ മക്കളാണ് ആ തുണിയിൽ നിന്ന് മുള്ളു വേർപ്പെടുത്തിയ തുണിയൊക്കെ കീറിപ്പോയിട്ടുണ്ട്. ഒരു ദിവസമല്ല, പിറ്റേ ദിവസം പോവുകയാണ് അള്ളാഹുവിന്റെ ദീൻ ഉണ്ടാക്കാൻ, പള്ളികളും മഹല്ലത്തുകളും ഉണ്ടാക്കാൻ. അന്ന് സമസ്തക്കെതിരെ പ്രവർത്തിച്ച് അൽ ജമിയത്തിൽ സമസ്തയുടെ ആലിമീങ്ങൾക്കെതിരെ തെറി ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരുന്നിരുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ കുറച്ചാളുകളും ഇങ്ങനെ കഷ്ടപ്പെട്ട നേതാക്കൾക്ക് സുന്നിയില്ലെന്ന് പറഞ്ഞുകൊണ്ട്, അവർ സുന്നി ജമാഅത്തിന്റെ എതിരാളികളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ്. SF-ന്റെ തുടക്കത്തിൽ നമ്മളൊക്കെ അതിന്റെ ആളുകളായിരുന്നു. SKSF രൂപീകരിക്കുന്ന കാലത്ത്, അതിന്റെ 1 വർഷം മുമ്പ് 1988 ആക്ഷൻ കമ്മിറ്റി കോഴിക്കോട് ഉണ്ടാക്കുന്ന കാലത്ത് ഞാൻ 5 പഞ്ചായത്ത് കൂടി ഒരു മേഖലയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. SF-ന്റെ പ്രവർത്തകർ തന്നെയായിരുന്നു. പട്ടിക്കാട് ജാമ്യയിൽ പഠിക്കുന്ന കാലത്താണ് വദായി സമ്മേളനം എന്ന് പറഞ്ഞ ഒരു സമ്മേളനം നടന്നിരുന്നു. ആ സമ്മേളനത്തിൽ പ്രചരണത്തിന് വേണ്ടി ഒരു കൺവെൻഷൻ വിളിച്ചു ചേർത്തു. ആ കൺവെൻഷനിലേക്ക് ഞാൻ ജാമ്യയിൽ ഉസ്താദന്മാർ അറിയാതെ പോയി. അന്ന് എൻ്റെ തലയിൽ SSF ആണ്. ഉസ്താദന്മാർ അറിഞ്ഞാൽ പുറത്താക്കുന്നറിയാം, അറിയാതെ പോയി. അസീസ് ഫൈസിയൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ അറിയാതെ പോയപ്പോൾ അവിടെ ഇസ്മായിൽ എഫ് പ്രസംഗിക്കുന്നത് എന്താ? വദായിൽ സമ്മേളനം നടന്നാലും സമ്മേളനം നടന്നില്ലെങ്കിൽ നമുക്കാണ് ക്രെഡിറ്റ്. ഞങ്ങൾ ചോദിച്ചു, സമ്മേളനം നടന്നാൽ ഓക്കെ, അതറിയാം, സമ്മേളനം നടന്നില്ലെങ്കിൽ എന്താ ക്രെഡിറ്റ്? ഇസ്മായിൽ എഫ് പറഞ്ഞു, വദായിൽ സമ്മേളനം നടന്നില്ലെങ്കിൽ ഇലക്ഷനാണ് വരുന്നത്, അത് ലീഗുകാർ മുടക്കി എന്ന് പറഞ്ഞുകൊണ്ട് സുന്നി പാർലമെന്ററി ബോർഡ് നമ്മൾ രൂപീകരിച്ചിട്ടുണ്ടല്ലോ, അതിന്റെ പേരിൽ നമുക്കത് വോട്ടാക്കി മാറ്റാൻ കഴിയുമെന്ന് പരസ്യമായി പറഞ്ഞു. ഞങ്ങൾ വെടിമാറി ചിന്തിക്കാൻ തുടങ്ങി. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുലമായുടെ ആലിമീങ്ങൾ ഈ വിധം കഷ്ടപ്പെട്ട് കുഗ്രാമങ്ങളിൽ ഇറങ്ങി നടന്ന് തെരുവ് പട്ടികളുടെ കടികൊണ്ട്, കള്ളന്മാരുടെ ഏറുകൊണ്ട്, പട്ടിണി കിടന്ന് കഷ്ടപ്പെട്ട് ഉരുണ്ട് ചളിയിൽ ഉരുണ്ട് മറിഞ്ഞുണ്ടാക്കിയ ഈ സംഘടന, പള്ളിയും മദ്രസും സ്വന്തം മക്കളെ പട്ടിണി കിടത്തുന്ന സമയത്ത് പോലും
നല്ല ഭക്ഷണം മുത്തഅല്ലിമീങ്ങൾക്ക് കൊടുത്തുകൊണ്ട് ഉസ്താദന്മാർക്ക് കൊടുത്തുകൊണ്ട് സമൂഹം വളർത്തിയെടുത്ത പണ്ഡിതന്മാർ, ഈ പണ്ഡിതന്മാർ ഈ വിധം സമസ്തയെ നിരീശ്വര നിർമ്മത പ്രസ്ഥാനക്കാരുടെ റിക്രൂട്ട്മെന്റ് ഏജൻസിയായി പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ മുസ്ലിം ഉമ്മത്തിനെതിരെ ശക്തമായി രംഗപ്രവേശനം ചെയ്ത് സ്വന്തം ഉസ്താദന്മാരെ കൂക്കി വിളിക്കാനും അവരെ തെരുവിൽ ഗരവ് ചെയ്യുവാനും അവരെ സ്വന്തം ആസ്ഥാനത്ത് വെച്ച് മഹാനായി ശംസുലമക്ക് കോഴിക്കോട് ആസ്ഥാനത്ത് വെച്ച് മൂത്രമൊഴിക്കാൻ പോലീസിന്റെ സഹായം തേടേണ്ടി വന്നൊരു ഗതികേടിലേക്ക് ഈ സംഘടനയെ കൊണ്ടുപോയപ്പോൾ പട്ടിക്കാട് ജാമിഅ നൂരിൽ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഉസ്താദന്മാരെ സ്നേഹിക്കുന്ന വാക്കോട് പുത്തനഴിയെ പോലുള്ള ശിഷ്യന്മാർ വരുമ്പോൾ ഉസ്താദന്മാരുടെ തലയ്ക്ക് മീതെ നിന്നുകൊണ്ട് അവിടെ പഠിക്കുന്ന കുട്ടികൾ കൂക്കി വിളിക്കുകയാണ്, അതാ വരുന്നു പച്ചമൂലാനമാരുടെ ശിങ്കിടികൾ അതാ വരുന്നു എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞ് പരസ്യമായി കൂക്കി വിളിച്ചപ്പോൾ മഹാനായ ഉസ്താദന്മാരുടെ കണ്ണ് നിറഞ്ഞ് ഞങ്ങൾ കണ്ടു. ആ ഉസ്താദന്മാരുടെ ദുആയുടെ ഉത്തരമാണ് പ്രിയമുള്ളവരെ SKSF ഇത്രയും വലിയ ശക്തിയായി വളരാനുള്ള കാരണം നമ്മുടെ ആരുടെയും കഴിവല്ല. മഹാനായ വരക്കൽ തങ്ങളെന്ന് ദുആ ചെയ്തില്ലേ, ആ ദുആക്ക് ഉത്തരം പറഞ്ഞത് മുഴുവനും ആമീൻ പറഞ്ഞത് മുഴുവനും അവിടെ കൂടി അല്ലാഹുവിന്റെ ഔലിയാക്കളും ആരിഫീങ്ങളുമാണ്. വരക്കൽ തങ്ങൾ ദുആ ചെയ്ത, അല്ലാഹുവേ ഖിയാമത്ത് നാൾ വരെ സംഘടനയുടെ തലപ്പത്ത് നിന്നെ പേടിക്കുന്ന ഉഖ്റവിയായ ആലിമീങ്ങളെ കൊണ്ടുവരണേ എന്നാണ് ദുആ ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് സമസ്തയുടെ തലപ്പത്ത് അത്തരമുള്ള ആളുകളെ വരികയുള്ളൂ. നിങ്ങൾ നോക്കൂ, മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ശംസുൽ ഉലമ ഹയാത്ത് കാലത്ത് ഇവരെ പിടിച്ച് പുറത്തിട്ടു. ശംസുൽമയുടെ ഹയാത്ത് കാലത്ത്, കണ്ണിയത്ത് ഉസ്താദിന്റെ ഹയാത്ത് കാലത്ത് ഈ വിഘടിതരെ സമസ്തയിൽ നിന്ന് മാറ്റാൻ പറ്റിയില്ലായിരുന്നുവെങ്കിൽ അതിനുശേഷം ആർക്കും കഴിയില്ല. അത്രയും ഒരു സ്വാധീനം ഉണ്ടാക്കിയിരുന്നു സംഘടനയുടെ അകത്ത്. നമ്മളൊക്കെ അങ്ങനെ മനസ്സിലാക്കിയിരുന്നു. ശംസുൽമക്ക് ശേഷം ആരാ സംസ്ഥാന സെക്രട്ടറി? ഇയാൾ തന്നെ. കണ്ണീർസ്ഥാന് ശേഷം ആരാ പ്രസിഡന്റ്? മരിച്ചുപോയ തങ്ങൾ തന്നെ, അള്ളാഹു ആഖിറത്ത് നന്നായി കൊടുക്കുമാറാവട്ടെ. ഇവരെന്നെ പ്രസിഡന്റ് നമ്മളൊക്കെ മനസ്സിലാക്കിയിരുന്നു. ബഹുമാനപ്പെട്ട നേതാക്കളെ ഹയാത്ത് കാലത്ത് പിടിച്ച് പുറത്തിട്ടത് സമസ്തയുടെ കറാമത്താണ്. വരക്കൽ തങ്ങളുടെ ദുആയാണ്. അന്ന് അവർക്കത് പിടിച്ചിടാൻ കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട SKSFന്റെ സഹപ്രവർത്തകരെ, എന്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മൾ ഇവിടേക്കതാ കുപ്പിയിരിക്കുന്നു. ഇതുപോലുള്ള കുപ്പികളുമായി കൊണ്ട് മുസ്ലിം മഹല്ലത്തുകളുടെ വീടുകളിൽ നമ്മളൊക്കെ നടക്കുന്ന പണിയായിരിക്കും നമുക്ക്. ഏതോ ഒരു ജാലിയൽവാല കൊണ്ടുവന്ന ഒരു വേജ മുടിക്കെട്ട്, ഇത് ഹബീബിന്റെ മുടിയിട്ട വെള്ളമാണെന്ന് പറഞ്ഞുകൊണ്ട് സമസ്തയുടെ സെക്രട്ടറിയാണ് കൊണ്ടുവന്നത്. അതുകൊണ്ട് ഇതാ ഈ വെള്ളം നിങ്ങളൊക്കെ കുടിക്കണേ, ഇതിലേക്ക് സംഭാവന തരണേ എന്ന് പറഞ്ഞ് നമ്മളൊക്കെ നടക്കേണ്ട ഒരു ഗതികേട് ഇവിടെ വരുമായിരുന്നു. അള്ളാഹു ഹബീബിനെ കാത്തു, അള്ളാഹു സമസ്തയെ കാത്തു, ദീനിനെ കാത്തു. വരക്കൽ തങ്ങളുടെ ദുആയുടെ ഇജാബത്താണ് ശംസുൽ കണ്ണിയത്ത് ഉസ്താദ് പിടിച്ചു പുറത്താക്കിയത്. മനസ്സിലാക്കുന്നത്. ഇനി അവസാനം ഈ സന്ദേശം ഇമാം മഹ്ദിക്ക് കൈമാറാൻ ഞങ്ങൾ പിൻഗാമികൾക്ക് നീ തൗഫീഖ് നൽകണമേ എന്ന ദുആയുടെ ഉത്തരമാണ്. നിങ്ങൾ നോക്കൂ, ഇന്ന് സമസ്തയുടെ പിൻഗാമികൾ ലോകത്തിന്റെ നാനാ ഭാഗത്തും ഉന്നത തലങ്ങളിൽ വെച്ച് ഒക്കെ അവര് ഉന്നത പോസ്റ്റുകളിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഉദവിമാർ, വാഫിമാർ, ജാമിഅ കോളേജിലെ ഫൈദിമാർ, ഇവരൊക്കെ ഉന്നത പോസ്റ്റുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്താ കാര്യം? മഹാനായ ഇമാം മഹ്ദി അവിടെയൊക്കെ വരും. അവിടെയൊക്കെ മഹ്ദിയുടെ ഖാദിമുകളായി സമസ്തയുടെ മക്കളുണ്ടാകും. വരക്കൽ തങ്ങളുടെ ദുആയാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ ഷെയ്ഖുൽ ജാമിഅ ആലിക്കുട്ടി ഉസ്താദ് പല നാടുകളിലും പോയി സമസ്തക്ക് സ്ഥാപനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നേതാക്കൾ സ്ഥാപനം നടത്തുന്നത്, അവരെ വ്യക്തിശുദ്ധി നാം മനസ്സിലാക്കണം. ഞാൻ ഒരു സംഭവം മാത്രം പറയുകയാണ്, സമയം തീർന്നുകൊണ്ടിരിക്കുകയാണ്. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയാണ്, അക്കാഡമിക്ക് വേണ്ടിയാണ് ഞാൻ ആദ്യമായി UAE പോകുന്നത്. അതിന്റെ പ്രസിഡന്റ് ഐദ്രൂസ് ഉസ്താദ്, ജനറൽ സെക്രട്ടറി ബാപ്പുട്ടി ഹാജി, അവര് രണ്ടുപേരും കൂടി എനിക്കൊരു ഉപദേശം തരികയാണ്. നിങ്ങൾ ജാമിഅ ദാറുൽ ഹുദക്ക് വേണ്ടിയാണല്ലോ പോകുന്നത്, ഗൾഫിൽ പോയിക്കൊണ്ട് ദാറുൽ ഹുദയിൽ നടക്കാത്ത ഒരു സംഗതിയും പറഞ്ഞൊരു പൈസ ഇങ്ങോട്ട് കൊണ്ടുവരരുത് എന്ന് ഐദ്രൂസ് ഉസ്താദ് പറഞ്ഞു. ഞാൻ സമ്മതിച്ചു. ബാപ്പുട്ടി ഹാജി എന്നോട് ചോദിച്ചു, ഉപ്പ പറഞ്ഞതിന്റെ ഗൗരവം എന്താണോ കുട്ടിക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു. ആചാര്യനെ കുട്ടിയെന്ന് വിളിക്കിടയ്ക്ക് ഞാനൊന്ന് ചിരിച്ചു. ആചാര്യ പറയാനുള്ളത് ഇങ്ങോട്ട് പറയട്ടെ എന്ന് മനസ്സിലാക്കി. ആചാര്യ വിശദീകരിച്ചു തരികയാണ്. 11.5 വയസ്സ് തികയാത്ത നിർദോഷികളായ ചെറിയ മക്കളെ 12 കൊല്ലം ദീൻ പഠിപ്പിക്കാൻ വേണ്ടി രക്ഷിതാക്കൾ വിശ്വസിച്ച് നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ദോഷം ചെയ്യാത്ത, പ്രായം തികയാത്ത ചെറിയ കുട്ടികളെ 12 കൊല്ലം ദീൻ പഠിപ്പിക്കാൻ രക്ഷിതാക്കൾ വിശ്വസിച്ച് നമ്മളെ ഏൽപ്പിച്ചതാണ്. നിങ്ങൾ ദാറുൽ ഹുദക്ക് പൈസ കിട്ടാൻ വേണ്ടി അത്ര ഉഷാറാന്ന് പറഞ്ഞ് പണം പിരിക്കുകയാണെങ്കിൽ ആ പണത്തിൽ ഒരു പക്ഷേ ശുഭത്ത് കലരാൻ സാധ്യതയുണ്ടെങ്കിൽ ഹറാമ് വരാൻ സാധ്യതയുണ്ട്. ആ പണം കൊടുത്ത് ഈ മക്കൾക്ക് ഭക്ഷണം കൊടുത്താൽ നമ്മൾ ആ രക്ഷിതാക്കളെ വഞ്ചിക്കലാണ്. മാത്രമല്ല, അങ്ങനെയുള്ളൊരു മക്കൾ അള്ളാഹുവിന്റെ ദീനിനും ഉപകരിക്കൂല. അപ്പൊ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ ദീനിനെയും വഞ്ചിക്കലാണ്. അതുകൊണ്ട് ആചാര്യ പറയുകയാണ്, ദാറുൽ ഹുദയിൽ നടക്കാത്ത ഒരു ഹർഫ് പറഞ്ഞുള്ള ഒരു ഫിൽസും ഇങ്ങോട്ട് കൊണ്ടുവരരുത് എന്ന്. ആ രീതിയിലാണ് നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ നടക്കുന്നത്. ബഹുമാനപ്പെട്ട മാനു ഉസ്താദ് ഒരിക്കൽ തന്റെ സ്ഥാപനത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ഷാർജയിൽ ഭീമാ ബഷീർ എന്ന വലിയൊരു മുതലാളിയുടെ അടുക്കൽ പോവുകയാണ്.
ഷാർജയിലെ കുഞ്ഞുകുട്ടി മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്, ഗൾഫിൽ പോയവർക്കൊക്കെ അറിയാം. അവിടെയൊക്കെ നേതാക്കൾ വന്നാൽ ആ നാട്ടുകാർ പരിചയപ്പെടുത്തും. കുഞ്ഞുകുട്ടി മുസ്ലിയാർ പരിചയപ്പെടുത്തി ബഹുമാനപ്പെട്ട KT മാനുസ എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് എത്തീമക്കൾ പടക്കുന്ന ഒരു വലിയ സ്ഥാപനത്തിൻ്റെ നേതാവാണ്, അതിനുവേണ്ടി വന്നതാണെന്ന് പറഞ്ഞപ്പോൾ മാനുസ്താദ് പറഞ്ഞു, ഉസ്താദ് ഇനി ഞാൻ കുഞ്ഞുകുട്ടി മുസ്ലിയാർ ഇനി ഞാൻ പറഞ്ഞോളാം. ഉസ്താദ് പറഞ്ഞു, ഇവിടെ 50-52 എത്തി കുട്ടികൾ അവിടെ ഉള്ളൂ, ഏകദേശം ചിലവൊക്കെ ആയിട്ടുണ്ട്, 5-6 കുട്ടികളെ ചിലവിന് ആവശ്യമുള്ള അതിനാണ് ഞാൻ വന്നത്. ഉസ്താദ് തിരുത്തുകയാണ്. 100 കണക്കിന് എത്തി മക്കൾ പഠിക്കുന്നു എന്ന് പറഞ്ഞ് ഈ വലിയ മുതലാളി വലിയ പൈസ കൊടുത്താലോ? അത്ര എത്തി കുട്ടികൾ അവിടെ ഇല്ലല്ലോ. അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരുമല്ലോ എന്ന് മാനുസ്താദ് ചിന്തിക്കുകയാണ്. നമ്മുടെ ഉസ്താദ്മാർ മുഴുവൻ ഈ രൂപത്തിൽ അവർ സുരത്യമായത്തോണ്ട് അടിച്ചു പൊളിച്ച് പണം ഉണ്ടാക്കുന്നവരല്ല. മഹാനായ നാട്ടിക ഉസ്താദ് നവ്വറല്ലാഹു മർക്കദഹു ഇവിടെ മാസപ്പിറവി വിവാദമുണ്ടായ കാലത്ത് ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദ് മുൻകൈ എടുത്തുകൊണ്ട് മാസങ്ങളൊക്കെ ഒരു സമയത്തെ കാണൂ, ഒരിക്കലേ ഉറക്കൂ. ഇതിന്റെ മുമ്പത്തെ നോമ്പിന് മറുഭാഗത്തുള്ള ഒരു ഔദ്യോഗിക മഹലിലെ ഉത്തരവാദപ്പെട്ട വ്യക്തികൾ വലിയ വലുപ്പത്തിൽ മാസം കണ്ടു. നേരെ മർക്കസ് പോയി നേരിട്ട് ഷെയ്ഖുനോട് തന്നെ പറഞ്ഞു. ഷെയ്ഖുന പറഞ്ഞു, നിങ്ങൾ പാണക്കാട്ട് പോയി പറഞ്ഞാളി, ഉറപ്പിക്കാൻ ധൈര്യമില്ല. പാണക്കാട് എത്തിയപ്പോഴേക്ക് വൈകി, തങ്ങൾ ഉറപ്പിച്ചിരുന്നു. എന്നിട്ട് ആ മഹല്ലുകാർ 2 ചേരിയായി. നേരിട്ട് സ്വന്തം അനുയായികൾ മാസം കണ്ടിട്ട് സ്വീകരിക്കാൻ നേതാവ് തയ്യാറല്ല. പാണക്കാട് തങ്ങൾ പറഞ്ഞെങ്കിൽ, സമസ്തയുടെ നേതാക്കൾ പറഞ്ഞെങ്കിൽ മാത്രമേ ഉറപ്പിക്കാൻ ധൈര്യമുള്ളൂ. ഈ ഒരവസ്ഥ ഇവിടെ കൊണ്ടുവന്ന് ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദാണ്. നാട്ടിക ഉസ്താദ് ഇങ്ങനെ ശ്രമം നടത്തിയ സമയത്ത് ഒരു ഗൾഫുകാരുടെ മീറ്റിംഗിൽ വെച്ച് ഗൾഫാർ മുഹമ്മദ് ചോദിച്ചു, നാട്ടിക ഉസ്താദ് എന്താ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി? നിങ്ങൾ സമുദായത്തിന് വേണ്ടി നടക്കുന്നുണ്ടല്ലോ. ഉസ്താദ് പറഞ്ഞു, എനിക്ക് റബ്ബർ എസ്റ്റേറ്റ് ഒക്കെ ഉണ്ട്, ഞാൻ നല്ല സാമ്പത്തിക ആസ്തിയുള്ള ആളാന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട മാനുസ്താദ് വഫാത്തായി നോക്കുമ്പോൾ ഉസ്താദിന്റെ കുടുംബത്തെക്കുറിച്ച് പഠിക്കാൻ ഞങ്ങൾ പോയി. UAE സുന്നി കൗൺസിൽ ബഹുമാനപ്പെട്ട അത്തിപ്പരി ഉസ്താദ് എൻ്റെ പ്രസിഡന്റാണ്, ഞാനെന്ന് എൻ്റെ സെക്രട്ടറിയാണ്. ഞങ്ങൾ ടീം പോയി, ഞാൻ പോയി എണ്ണി നാട്ടിക ഉസ്താദിന്റെ ഒരു വളപ്പിൽ 15-16 ഉണങ്ങിയ റബ്ബറും കുറ്റി ഇങ്ങനെ നിൽക്കുന്നു ഞാൻ കണ്ടു. ചെറിയ റബ്ബറും കുറ്റി. ഉസ്താദ് റബ്ബർ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞതാണ്, കളവല്ല. പക്ഷേ ഉസ്താദിന്റെ കുടുംബത്തിന് ഒരു ഗതിയും ഉണ്ടായിരുന്നില്ല. ഇത് പറയുന്നത് ഉസ്താദ് ഇഷ്ടപ്പെടില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷേ ഞങ്ങൾ എന്ത് ചെയ്തു? 13 സെന്റ് സ്ഥലം മേലാറ്റൂർ അങ്ങാടിയിൽ വിലക്ക് വാങ്ങി. വിലക്ക് വാങ്ങിയിട്ട് 2 പ്രമുഖരായ വ്യക്തികൾ 2 വീട്, അവരെ പേര് പറയുന്നത് പറഞ്ഞുകൊണ്ട് പറയുന്നില്ല, വീടെടുത്തു കൊടുത്തു. ആ കുടുംബം ഇപ്പൊ മക്കളൊക്കെ വലുതായി, ശമ്പളമൊക്കെ ആയി. ആ കുടുംബം അതുകൊണ്ടായിരുന്നു ജീവിച്ചിരുന്നത്. നമ്മുടെ നേതാക്കൾ അങ്ങനെ. ഗൾഫാർ മുഹമ്മദ് പറയും, എൻ്റെ കയ്യിൽ അപ്പം നല്ലൊരു സംഖ്യ ഉണ്ട് കൊടുക്കാൻ, അത് പ്രതീക്ഷ ഉണ്ടാകും. ഞാൻ ചോദിച്ചത് ഉസ്താദിന്റെ അവസ്ഥ. എന്നാൽ എന്താ മറുഭാഗത്തുള്ളവരുടെ അവസ്ഥ? ഞാൻ ദുബൈയിൽ ഇങ്ങനെ അബറിന്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് നിങ്ങളൊരു ഉസ്താദല്ലേ, ഈ മൂല്യന്മാരും തങ്ങന്മാരും നാളെ അള്ളാഹിനോട് മറുപടി പറയണ്ട ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്താ കാര്യം എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, ആ മയദിൽ ഞാൻ പോയിട്ടുണ്ട്, അതിൽ ആകളുടെ കുട്ടികളെ എനിക്കറിയാം. ഓരോ പരിപാടിയിൽ വെച്ചിട്ട് എത്ര കുട്ടികളെ സ്പോൺസർ ചെയ്യിപ്പിക്കുന്നത്. ഈ കുട്ടികളൊക്കെ ചെലവ് 100 കുട്ടികൾ നിങ്ങളെ വക, 10 കുട്ടികൾ നിങ്ങളെ വക ചെലവാണ് ഖിയാമത്ത് നാൾ വരാണ്ട് ഏൽക്കുകയാണ്. അവിടെ ആകളുടെ കുട്ടികളുടെ എത്ര ഇരട്ടി ഓരോ പരിപാടിയിൽ വെച്ച് ഏൽക്കുന്നു. ഇവർക്കൊക്കെ മരിച്ചു പോകണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അള്ളാഹു അലങ്ങൾ അവരോട് ചോദിച്ചു നോക്കി എന്ന് പറഞ്ഞു. ഇന്ന് ഇവരൊക്കെ വലിയ കോടീശ്വരന്മാരാണ്. നേരത്തെ അവരൊരു പക്ഷേ കിതാബ് ഓതി പഠിക്കാൻ കിതാബ് വാങ്ങിക്കൊടുത്തത് മഹല്ല് കമ്മിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ റിലീഫ് സംഘടനയായിരിക്കും, അവർക്ക് വീട് വെച്ചു കൊടുത്ത റിലീഫ് സംഘടനയായിരിക്കും. ഇന്ന് അവരേറ്റവും വലിയ കോടീശ്വരന്മാർ. ഇത് എവിടെ നിന്നുണ്ടാക്കുന്നു? ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി ഗ്രാമങ്ങളിൽ ഇറങ്ങി നടന്നുകൊണ്ട് പള്ളിയും മദ്രസയും ഉണ്ടാക്കി കഷ്ടപ്പെട്ട് ദീനിന് വേണ്ടി മരിച്ചുപോയ മഹാന്മാരായ ഉസ്താദന്മാർ, സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികൾ, ഇവർ വലിയ സുന്നികൾ. ഇതൊരിക്കലും ഈ സമൂഹം പൊറുക്കുകയില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നല്ലോ, 973 ഉണ്ടാക്കിയ സംഘടന വഴിമാറി സഞ്ചരിച്ചു. ആലിമീങ്ങളെ കൂക്കി വിളിക്കാനും തെറി വിളിക്കാനും മുതഅല്ലിമീങ്ങളും മറ്റ് പ്രവർത്തന രംഗത്ത് വന്നപ്പോൾ നമ്മുടെ ഉസ്താദന്മാർ അള്ളാഹുവിനോട് ദുആ ചെയ്തു. അങ്ങനെ 958 ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ജാമിയയിൽ, ഞാനും അമ്പലക്കടവ് ഞങ്ങളൊക്കെ ഒരു വർഷം ഉണ്ടായില്ല, അജീസ് ഫൈസിക്കുന്നുണ്ട് 1 കൊല്ലം. അതിനുശേഷം 3 കൊല്ലം പിന്നെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഹമീദ് ഫൈസി ഞങ്ങളിങ്ങനെ പങ്കുവെക്കും, പടച്ചോനെ എന്തൊക്കെ തമ്മാടിത്തരാണ് ദീൻ്റെ മേലിൽ നടത്തുന്നത്. നമുക്കാണെങ്കിൽ ഒരു വോയിസുമില്ല, നമുക്ക് സംഘടനയില്ല, നമ്മൾ പറഞ്ഞാൽ സമൂഹം കേൾക്കൂല. അള്ളാഹു ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകില്ല. നമ്മളെ പ്രായമുള്ള ഉസ്താദന്മാർ രോഗികൾ, ക്ഷീണിത രോഗികളായിരിക്കുന്ന സമയത്ത് അവരെ കുതിര കയറാൻ, അവർ കണ്ണീരൊലിപ്പിക്കുകയല്ലാതെ എന്ത് ചെയ്യാൻ? അവർ രോഗികളായില്ല, ക്ഷീണിതരായില്ലേ? ഇതിനൊരു പരിഹാരമുണ്ടോ? ഞങ്ങളങ്ങനെ ചർച്ച ചെയ്യും. അങ്ങനെ കോഴിക്കോട് പുതിയങ്ങാടി മുദരിസായ ഹമീദ് ഫൈസി അവിടുന്ന് പിന്നെ ഒരിക്കൽ വരികയാണ് ജാമിയയിൽ, ദാറുൽ ജാമിയയിൽ വന്നിട്ട് പറഞ്ഞു, ഒരു പരിഹാരത്തെക്കുറിച്ച് ചിന്തിക്കണം. അങ്ങനെ നമ്മൾ ഉറച്ച ആളുകൾ മാത്രം അവിടെ 11ാം റൂമിൽ ഞങ്ങൾ യോഗം ചേർന്ന്, കുറച്ച് ആളുകൾ യോഗം ചേർന്നു. എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആലോചിച്ചു. പിറ്റേ ദിവസം സിറാജിൽ SSFന് സമാന്തരമുണ്ടാകുന്നു, ജാമിയയിലെ 11ാം റൂമിൽ യോഗം നടക്കുന്നു. അപ്പം ഈ ഞങ്ങൾ വളരെ ഖാലിസായ ആളുകൾ തിരഞ്ഞെടുത്ത കൂട്ടത്തിലും ചാരനുണ്ട് നടത്തും. അതിനുശേഷം കോഴിക്കോട് 958 സജ്ന ടൂർ ഷോമിൽ ഒരു യോഗം ചേർന്നത്, 11 ആൾ കൂടിയിട്ടൊരു യോഗം. എന്ത് വേണമെന്ന് ആലോചിക്കാം.
SF വേണ്ടി ഭരണഘടന ഉണ്ടാക്കിയ എ വി അബ്ദുറഹ്മാൻ മുസ്ലിയാർ അതിലുണ്ട്, ഉമർ ഫൈസി ഉണ്ട്, ബഹാവുദ്ദീൻ ഉസ്താദ് ഉണ്ട്, വാക്കോടുണ്ട്, പുത്തനഴി ഉണ്ട്, ഹമീദ് ഫൈസി ഉണ്ട്, അഷ്റഫ് ഫൈസി ഉണ്ട്, വിനീതനായ ഞാനും ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ആൾക്കാർ കൂടി 10-15 നാൾ കൂടി കൂലങ്കഷമായി ചിന്തിച്ച് എന്താ ചെയ്യേണ്ടത്. അങ്ങനെ ചിലർ പറഞ്ഞു നമുക്കൊരു വിദ്യാർത്ഥി സംഘടന ഉണ്ടാക്കാം, ചില ആളുകൾ പറഞ്ഞൊരു സാംസ്കാരിക സംഘടന ഉണ്ടാക്കാം, യോജന സംഘടന, പല അഭിപ്രായം. അവസാനം ഷംസുൽ വേണ്ടി എടുത്തിരുന്നു. ഷംസുൽ പറഞ്ഞു, എടോ നിങ്ങളൊരു സംഘടന ഉണ്ടാക്കുകയാണെങ്കിൽ നിലവിലുള്ളൊരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഒത്തുചേരണം. അവർ മാത്രം ഒത്തുചേർന്നുകൊണ്ട് നിലവിലുള്ള സംഘടനയ്ക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കണം. എന്നിട്ട് അതിൽ പറയാൻ നിങ്ങൾ ഭരണഘടനാപരമായിട്ട് ഇനി തെറ്റുകളൊക്കെ ചെയ്തിട്ട് 1 by 1 ആയി വിവരിക്കണം. ശംസുൽ അങ്ങനെ തന്നെ പറഞ്ഞു. എന്നിട്ട് ഇതിൽ ബദൽ സംവിധാനം നിങ്ങൾ ഇതിന് പരിഹാരം കാണുന്നില്ലെങ്കിൽ ഞങ്ങളൊരു ബദൽ സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കുമെന്ന് പറഞ്ഞൊരു ഡേറ്റ്, തീയതി കൊടുക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. ശംസുൽമയുടെ ഉപദേശം കേട്ടുകൊണ്ട് 988 ഡേറ്റ് ഞാൻ ഓർക്കുന്നില്ല, കോഴിക്കോട് ഡെൽമ ടൂറിസ്റ്റ് ഹോമിൽ SF വേണ്ടി ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കാൻ വേണ്ടി കൺവെൻഷൻ വിളിച്ചു ചേർത്തു. 400 ചില്ലാനം ആളുകൾ പങ്കെടുത്ത കൺവെൻഷൻ ആയിരുന്നു. അന്ന് ആ കൺവെൻഷനിൽ സ്വാഗതം പറയാൻ എന്നോടാ പറഞ്ഞത്. അതിൻ്റെ കാരണം എന്താ, ഞാൻ കാര്യപ്പെട്ട ആളായതുകൊണ്ടല്ല. SSF രൂപീകരിച്ചപ്പോൾ SF കൺവെൻഷൻ വിളിച്ചു ചേർത്ത് നൂറുൽ ഉലമയാണ്, ജാമിയയുടെ ഔദ്യോഗിക വിദ്യാർത്ഥി സംഘടന നൂറുൽ ഉലമയാണ്. അന്നവിടെ നൂറുമയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു സ്വാഗതം പറഞ്ഞിരുന്നത്. എന്നാൽ ഈ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കുന്ന സമയത്ത് നൂറുമയുടെ ജനറൽ സെക്രട്ടറി ഞാനാണ്. അപ്പം ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞു. നമുക്കൊരു അവസരം കിട്ടിയല്ലേ, ഞാൻ അടിച്ചു പൊളിച്ചാണ് പറഞ്ഞു. ഞങ്ങളിവിടെ ഒരു സംഘടന ഉണ്ടാക്കുന്നില്ല, ഒരു സംഘടനയായി ഞങ്ങൾ രംഗപ്രവേശനം ചെയ്യുകയാണെങ്കിൽ അതൊരു കൊടുങ്കാറ്റായി കേരളത്തിൽ ആഞ്ഞു വീശും. മറുഭാഗത്തുള്ള വലിയ വടവൃക്ഷങ്ങൾ കടപഴകി ആ വിശാല ശാന്ത സമുദ്രത്തിൽ ലയിച്ചു ചേരുന്നൊക്കെയാണ് പറഞ്ഞ് പ്രസംഗിച്ചു. ഞങ്ങൾ ഈ കൺവെൻഷൻ നടക്കുമ്പോൾ സജ്ജനൽ റഷോമിൻ്റെ മേലെ ഞങ്ങളുടെ അടുത്ത നാട്ടുകാരൻ വലിയൊരു സ്ഥാപനം നടത്തുന്ന അയാളും ആൾക്കാർക്ക് ഇങ്ങനെ ഒന്ന് ചിരിക്കുകയാണ്. വളരെ വില കുറഞ്ഞൊരു പരിപാടി, നമ്മളങ്ങനെ ചെയ്യുമോ? ഒരു കൂട്ടർ കൺവെൻഷൻ നടത്തുമ്പോൾ അപ്പുറത്ത് ലോഡ്ജ് റൂം എടുത്ത് ഇങ്ങനെ കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെ പ്രസംഗിച്ച് പിറ്റേ ദിവസം സിറാജിന്റെ ഹെഡിങ് തന്നെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്നായിരുന്നു. SSFന് സമാന്തരം ഉണ്ടാകുന്നു, സമാന്തരം ചീറ്റി, പല തലക്കെട്ടുകളുള്ള ഹെഡിങ്. എൻ്റെ നാട്ടിലൊന്നും ഒരാൾ പ്രസംഗിച്ചു, ഇവിടെ വലിയൊരു കൊടുങ്കാറ്റടിക്കും, നിങ്ങൾ ആരും പേടിക്കണ്ട, രാവിലെ നിങ്ങൾ കാലിച്ചായ കുടിക്കുമ്പോൾ ആ ഗ്ലാസ് കോപ്പിക്ക് നോക്കി ഒരു ആവി ഇങ്ങനെ പൊന്തത് പകുതിയാവും പാടില്ലാവോ ഇതാവും, അതാണ് ആ കൊടുങ്കാറ്റ് എന്ന് പറഞ്ഞ് കളിയാക്കി. നമ്മൾ ക്ഷമിച്ചു. 1 വർഷം ആക്ഷന്റെ പ്രവർത്തനം സജീവമാക്കി. ജില്ലകളും താലൂക്കുകളും പഞ്ചായത്തുകളുമായി ആക്ഷന്റെ പ്രവർത്തനം. അതിന് മുമ്പ് തന്നെ പ്രവർത്തി SSO എന്ന പേരിൽ, SKSF എന്ന പേരിലൊക്കെ സംഘടന ഉണ്ടാക്കിയിരുന്നു. 959 ഫെബ്രുവരി 19 കോഴിക്കോട് സാമൂതിരി ഹൈസ്കൂൾ ഹാളിൽ വെച്ചുകൊണ്ട് ഔദ്യോഗികമായി SKSF രംഗപ്രവേശനം ചെയ്യുകയാണ്. മഹാനായ KV ഉസ്താദിന്റെ അധ്യക്ഷതയിൽ, ബഹുമാനപ്പെട്ട കോട്ടുമൽ ഉസ്താദ് നഗരിയിൽ, കോട്ടുമൽ അബൂബക്കർ മുസ്ലിയാർ നഗരിയിൽ SF എന്ന പേരാദ്യമായി SKSF എന്ന പേര് നമുക്ക് പ്രഖ്യാപിച്ചു തരുന്നത് ബഹുമാനപ്പെട്ട ഇദ്രീസ് ഉസ്താദ്, ഭാരവാഹികളെ പ്രഖ്യാപിച്ചിരുന്ന ബഹുമാനപ്പെട്ട KT മാനു ഉസ്താദ്, ആദ്യമായി SKSF എന്ന സംഘടനയ്ക്ക് ഫണ്ട് തരുന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ യു ബാപ്പുട്ടി ഹാജി. അങ്ങനെ സംഘടന പ്രഖ്യാപിക്കുന്ന സമയത്ത് അഷ്റഫ് ഫൈസി കണ്ണാടിപ്പറമ്പ് പ്രസിഡന്റും ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവ് ജനറൽ സെക്രട്ടറിയും KM കുട്ടി ഫൈസൂർ അച്ചൂരുമായി കൊണ്ടുള്ള ആദ്യത്തെ കമ്മിറ്റി, ഞാൻ വൈസ് പ്രസിഡന്റ്, അങ്ങനെ കുറച്ച് വൈസ് പ്രസിഡന്റ്മാർ ജനറൽ സെക്രട്ടറിമാരൊക്കെ ഉണ്ട്. ഈ സംഘടന പ്രഖ്യാപിക്കാൻ ആയപ്പോൾ ബഹുമാനപ്പെട്ട അഷ്റഫ് ഫൈസി നമ്മളെ പേരിലൊക്കെ വലിയൊരു ഉത്തരവാദിത്തമാണല്ലോ വരുന്നത് എന്ന് പേടിച്ചുകൊണ്ട് അഷ്റഫ് ഫൈസി ഇങ്ങനെ പോകാനൊരുങ്ങിയപ്പോൾ മഹാനായ മർഹൂം നാട്ടിക ഉസ്താദ് കോളറിനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അഷ്റഫേ നിൽക്കൂ, അവിടെ നിൽക്കൂ, പോകരുത്, ഞാൻ കൂടെയുണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ആ വാക്ക് ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദിന്റെ അവസാനം വരെ ഒരു SKSFന്റെ ഭാരവാഹിയെ പോലെ നമ്മുടെ കൂടെ ഉണ്ടായി. അള്ളാഹു ആ ഖബറിടം വെളിച്ചമാക്കി കൊടുക്കുമാറാവട്ടെ. സംഘടന രൂപീകരിച്ചു. പിന്നെ ആ സംഘടനയുടെ കാലഘട്ടം ഒരുപാട് പീഡനങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും കാലഘട്ടമായിരുന്നു. ആദ്യമായി നമ്മുടെ വേദിയിൽ തന്നെ നമ്മൾ അടിക്കുന്ന ഒരുപാട് അനുഭവം ഉണ്ടായി. മേലാറ്റൂരങ്ങാടി നാട്യ ഉസ്താദ് പ്രസംഗിക്കുകയാണ്. നമ്മൾ ആദ്യമായി ഒരു ബുക്ക് ഉണ്ടാക്കി, SSF എങ്ങോട്ട് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക്, ഈ കുറ്റപത്രങ്ങളൊക്കെ വെച്ചിട്ട് ഈ ബുക്ക് ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസിയും വാക്കോട് ഇങ്ങനെ വിതരണം ചെയ്യുകയാണ്. വിതരണം ചെയ്യുമ്പോൾ അവിടെയുള്ള ഇവരെ SFന്റെ ആളുകൾ ഹമീദ് ഫൈസി അടിച്ചു, ചവിട്ടുകൊണ്ടു, ഹമീദ് ഫൈസി വീണു. ഈ സമയത്ത് നാട്യസ്ഥാൻ ഇങ്ങനെ സദസ്സിൽ ബഹളം കണ്ടപ്പോൾ നാട്യസ്ഥാൻ ചോദിച്ചു എന്താണ്, അപ്പോൾ ആരോ പറഞ്ഞിട്ടത് മറ്റൊരു കുഴപ്പമുണ്ടാക്കുക. നാട്യസ്ഥാപനം അതന്നെ പോലെ പരിപാടി, നമ്മളെ വേദികളിലൊക്കെ ഒന്ന് കുഴപ്പമുണ്ടാക്കല പോലെ പരിപാടി എന്ന് പറഞ്ഞപ്പോൾ ഹമീദ് ഫൈസിക്ക് മനസ്സിലായി നാട്യസ്ഥാൻ തെറ്റിദ്ധരിച്ചിരിക്കണം. ഹമീദ് ഫൈസി ഓടി സ്റ്റേജിലേക്ക് കയറിയപ്പോഴാണ് ഇത് നമ്മുടെ ആളുകൾ തന്നെ എന്ന് മനസ്സിലാകുന്നത്. ഈ രീതിയിൽ ഞാനൊരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയി. അങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം സ്വാഗതം പറഞ്ഞ ആൾ ഒരു കാരണവർ വന്നിട്ടാണ് വിളിച്ചുകൊണ്ടേ കൂട്ടിക്കൊണ്ടേ. പിന്നെ സ്വാഗതം പറഞ്ഞ ആളില്ല, കുറച്ച് കേൾക്കാൻ ആൾക്കാരൊക്കെ ഉണ്ട്. ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് മൈക്ക് ഓപ്പറേറ്റർക്ക് പിന്നെ പോകാൻ പറ്റൂല, അയാൾ കുടുങ്ങിയല്ലേ, സെറ്റ് കഴിച്ചുകൊണ്ടാണ്ട് അയാൾ മാത്രമുണ്ട് സംഘാടകനായിട്ട്.
പരിപാടി കഴിഞ്ഞ് ആരും സഹായിക്കാനൊന്നുമില്ല, ഭക്ഷണമൊന്നും ആദ്യം പ്രതീക്ഷിക്കുന്നില്ല, TMD ഒന്നും ഉണ്ടാവില്ല, അതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഏതായാലും അവിടെ നമ്മുടെ ഒരു ഉസ്താദുള്ളൊരു പള്ളിയാണെന്ന് വിചാരിച്ച് കിടക്കാൻ പോയി നോക്കുമ്പോൾ ചെല്ലുന്ന കണ്ട് മുത്തഅല്ലിമീങ്ങൾ ഗ്രിൽസാണ്ട് അടിച്ചു പള്ളിയിൽ. അങ്ങനെ പള്ളിയുടെ ചെരുവിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ മേലെന്ന് ബ്രഷ് ചെയ്ത് പേസ്റ്റ് അടക്കമുള്ള വെള്ളം ഇങ്ങനെ താഴോട്ട് തുപ്പി പോക്കറ്റ് ശരീരത്തിലേക്കായി. അത് കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ വേറെ പ്രവർത്തകർ ഓടി വന്ന്, അവിടുത്തെ നമ്മളെ ആളുകൾ ഓടി വന്ന് അവരെ വീട്ടിലേക്ക് കൊണ്ടുപോയി കിടത്തി. ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് ഒരു ഓഫീസ് ഉദ്ഘാടനത്തിൽ തങ്ങളെ കൊണ്ടുപോയി. ഓഫീസ് ഉദ്ഘാടനം കഴിഞ്ഞ് തങ്ങളിലോണ്ട് ഭക്ഷണമൊക്കെ കിട്ടി. ഒരു ജീപ്പിലാണ് പോയത്. ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു വരുമ്പോൾ ഒരു വയൽ കയറി ഇങ്ങനെ ജീപ്പ് കയറി വരണം. അങ്ങനെ ജീപ്പ് കയറുമ്പോൾ ജീപ്പിൻ്റെ ടയർ സ്ലിപ്പായി, മഴക്കാലാണ്. കയറുന്ന ചളി ഇങ്ങനെ തിരിഞ്ഞു വരാം. തങ്ങളും ഞാനും ഇറങ്ങി ഡ്രൈവർ ഞങ്ങൾ വണ്ടി ഉന്തി കുറേ വണ്ടി കയറി. ജീപ്പിൽ കയറി ഇരുന്ന് നോക്കുമ്പോൾ തങ്ങളുടെ പോക്കറ്റ് ഇങ്ങനെ വീർത്തിരിക്കണം. എന്താണ്? ചളിവെള്ളം ഇങ്ങനെ വന്നിട്ട് അവസാനം വെള്ളമൊക്കെ ഊറിപ്പോയി, ചളി ഇങ്ങനെ മണ്ണ് കൂടി നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു തങ്ങൾക്ക് നല്ല കവറാണുള്ള കിട്ടിയതെന്ന് പറഞ്ഞു. പാണക്കാട് പോയി തങ്ങൾ വീട്ടിൽ കിടക്കാൻ പറഞ്ഞു. ആ വീട്ടിലേക്ക് കയറുന്ന രീതിയിലെല്ലാം നമ്മളുടെ ആകെ വൃത്തികേടാണ്. ഞാൻ പള്ളിയുടെ ചെരുവിൽ പോയി കിടന്ന് സുബൈക്ക് മുമ്പ് ഇറങ്ങി പോകുമ്പോൾ കണ്ടവർ ചോദിച്ചു, കാളൗട്ടൊക്കെ കഴിഞ്ഞ് എവിടെ നിന്ന് നന്നായി പാതിരാക്കി വരുന്നതെന്ന് ചോദിച്ചു. നമ്മുടെ നേതാക്കൾ നമ്മുടെ കാര്യമല്ലേ പറയുന്നത്. മഹാനായ കെ വി ഉസ്താദിനെ പട്ടാമ്പിയിൽ വെച്ച് തടഞ്ഞു വെച്ച് കൂക്കി. ബഹുമാനപ്പെട്ട കോട്ടുമൽ ഉസ്താദ് സമസ്തയിൽ കുഴപ്പമുണ്ടാക്കുന്ന ഇയാളുടെ പേര് പറഞ്ഞപ്പോൾ അല്ലാഹു അക്ബർ എന്ന് ജാമ്യയിൽ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങളാ കോട്ടുമൽ ഉസ്താദിന്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് തക്ബീർ ചൊല്ലിയത്. ഉസ്താദ് പറഞ്ഞു, അല്ലാഹു അബൂബക്കർ എന്ന് നിങ്ങൾ പറയുന്ന ഒരു കാലം വരുവടാ. അവിടെ എത്തിയില്ലപ്പോ. മഹാനായ കോട്ടുമൽ ഉസ്താദിന്റെ വാക്കാ, അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ വാക്കാ. അള്ളാഹുവിനും വലിയ ആളായിട്ട് അവർ കാണുന്നത്. മറ്റൊരുക്കെ പറഞ്ഞ അള്ളാഹു അബൂബക്കർ എന്ന് പറയാൻ ഞാൻ മതി എന്ന് വേറൊക്കെ പറഞ്ഞിട്ടുണ്ട്. എത്രയാ ഉസ്താദിന്മാരെ കളിയാക്കിയത്. നമ്മളൊക്കെ ചോട്ട പ്രവർത്തകര് എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ടു. സാമ്പത്തികമായി വൻ നഷ്ടം. ഇവര് പണം ഇങ്ങനെ വാരിക്കൊടുക്കുകയാണ്. നമ്മുടെ ആളുകൾക്ക് പണമൊന്നുമില്ല. ഒരിക്കൽ തീരെ പണമില്ലാത്തൊരവസ്ഥയിൽ ദാറുൽ ബാപ്പുട്ടിയാജിയുടെ ഹൈദറുസ്താദിന്റെ അടുത്ത് ചെന്നു. നമുക്ക് പൈസ ഒന്നുമില്ല, എന്താ ചെയ്യേണ്ടത്, എങ്ങനെ പണം ഉണ്ടായി? ഹൈദറുസ്താദ് പറഞ്ഞു, ജാഹിദു ഫീ സബീലില്ലാഹി ബി അംവാലിക്കും അൻഫുസിക്കും എന്നുള്ള ഖുർആനിൽ പറഞ്ഞു. ജിഹാദിന് ആദ്യം അംവാല പറഞ്ഞത്. അപ്പൊ സമ്പത്തോട് ആദ്യം ജിഹാദ്, പിന്നെ ശരീരം കൊണ്ട് ചെയ്യേണ്ടതെന്നുള്ള പറഞ്ഞത് പറഞ്ഞു. ഹൈദറുസ്താദ് ചിരിച്ചാണ്. ബാപ്പുട്ടിയാജിനോട് ബാപ്പുട്ടിയാജി പറഞ്ഞേ, പൈസ കൊടുത്തിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാരെ കിട്ടും. അതിനൊരുപാട് ഇപ്പോൾ അണ്ണാച്ചികളൊക്കെ അത് അങ്ങനെ പറഞ്ഞു. പായ് എടുത്താൽ പണിയെടുക്കാൻ, കായ് ഉണ്ടാക്കലും പ്രവർത്തനമാണ്. പൈസ നിങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ പ്രവർത്തിക്കണം, അതാ വേണ്ടതെന്ന്. നമ്മുടെ നേതാക്കൾ അങ്ങനെയായിരുന്നു. 2 വർഷം ബഹുമാനപ്പെട്ട അഷ്റഫ് ഫൈസി SKSFിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നിട്ട് 25,000 രൂപ കടം വന്നു അക്കാലത്ത്. അതിൽ ഭേദമല്ലാത്തൊന്ന് എനിക്ക് നമ്മൾ അക്കാലത്തുള്ള ഭാരവാഹിക്ക് ഗൾഫിലേക്ക് പോകേണ്ടി വന്ന് നാട്ടിൽ പിടിച്ചിക്കാൻ കഴിഞ്ഞില്ല. അബ്ദുൽ ഹമീദ് ഫൈസി കൺട്രോൾ ചെയ്ത് പിടിച്ചു. അങ്ങനെ വലിയ ബാധ്യതകളൊക്കെ വന്നു. പക്ഷേ സംഘടന അൽഹംദുലില്ലാഹ് ആരും സ്വീകരിക്കാനില്ലാത്തൊരു കാലഘട്ടത്തിലും ഈ സംഘടന വളർന്നു വന്നു. അവസാനം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദശവാർഷിക സമ്മേളനം നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട അഷ്റഫ് ഫൈസി ഞാൻ സന്തോഷം കൊണ്ട് കെട്ടിപ്പിടിച്ച രംഗണ്ട. വാദിയനൂരിലെ സമ്മേളനം, ഹൈവേയിൽ ചങ്കുവട്ടി മുതൽ അങ്ങോട്ട് ബ്ലോക്ക്, വണ്ടി ബ്ലോക്കായ ആളുകൾ കിലോമീറ്ററോളം നടക്കുകയാണ്. 10-20 കിലോമീറ്റർ നടക്കുകയാണ്. അപ്പുറം എടപ്പാളിനപ്പുറത്ത് ചങ്ങരംകുളം മുതൽ ബ്ലോക്ക്. ജനങ്ങൾ നഗരിയിലേക്ക് എത്താൻ കഴിയാതെ പ്രായമുള്ള ആളുകളൊക്കെ നടന്ന് തളർന്ന് ക്ഷുഭിതരായി. നേതാക്കളുടെ നേരെ വന്ന് പലരും കയർക്കാൻ വരെ തുടങ്ങി. കാരണം എന്താ നിങ്ങൾ ഇങ്ങനെ സമ്മേളനം വെക്കുന്നത്, സൗകര്യമില്ലെങ്കിൽ സൗകര്യമെടുത്ത് വെച്ചുകൂടെന്നൊക്കെ പറഞ്ഞ് പലതും പറയാൻ തുടങ്ങിയപ്പോൾ അഷ്റഫ് ഫൈസിയും ഞാനും ആ പ്രദേശത്തുള്ള 1-2 പ്രവർത്തകരും കൂടി അവിടെയുള്ള ട്രാഫിക് പോലീസിൻ്റെ മേധാവിയുടെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, എന്തെങ്കിലും സൗകര്യമൊക്കെ ചെയ്യണമല്ലോ. അയാൾ ഞങ്ങളോട് പറഞ്ഞ വാക്ക്, ഒരു സംഘടന സമ്മേളനം നടത്തുമ്പോൾ ആദ്യം ഒരു പത്രസമ്മേളനം നടത്തിക്കൊണ്ട് ഇത്ര ആളുകൾ പങ്കെടുക്കുമെന്ന് അവകാശപ്പെടും. നിങ്ങൾ 5 ലക്ഷം ആളുകൾ പങ്കെടുക്കുമെന്ന് അവകാശപ്പെട്ടത്. അപ്പം അതിൻ്റെ പകുതി പോലും പ്രതീക്ഷിക്കേണ്ടതില്ല. അത് ഗവൺമെൻറ് എങ്ങനെ അതിനെ വിലയിരുത്തൽ അങ്ങനെ തന്നെ നടക്കാറും. പക്ഷേ ഞങ്ങളുടെ കണക്ക് അനുസരിച്ച് നിങ്ങൾ പറഞ്ഞതിലും ഇരട്ടി ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾക്കൊരു സൗകര്യം ഇവിടെ ചെയ്യാൻ കഴിയില്ല. വലിയൊരു തെങ്ങും പറമ്പ് വെട്ടി വേലിയൊക്കെ മാറ്റി വണ്ടികൾ പാർക്ക് ചെയ്യാൻ സൗകര്യം ചെയ്ത് വന്ന് തളർന്നിരിക്കുകയാണ്. ഇനി ഞങ്ങൾക്കൊരു നിവൃത്തിയുമില്ല. നിങ്ങൾ പത്രസമ്മേളനം നടത്തുമ്പോൾ പറയേണ്ടിയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് ഞങ്ങൾ കെട്ടിപ്പിടിച്ചു, കരഞ്ഞു. ആരും സ്വീകരിക്കാനുണ്ടായില്ലാത്തൊരു കാലഘട്ടം കഴിഞ്ഞു പോയി. SKSF ഒരു സ്ഥലത്ത് പരിപാടിക്ക് പോയപ്പോൾ ഞാൻ പ്രസംഗിച്ചു. അങ്ങനെ ഒരാൾ മോനെ കൂട്ടിക്കൊണ്ടുപോയി. അവിടുത്തെ ഉസ്താദ് പറഞ്ഞ എത്ര വഹാബിയാണ് പ്രസംഗിക്കുന്നത്. അപ്പോൾ ഇയാൾക്ക് എന്നാ ഇയാൾ പറഞ്ഞു, വഹാബി ഹൈദർ സൂര്യയുടെ മോനല്ലേ. ഉസ്താദ് തിരിച്ചു പറഞ്ഞ എത്ര നൂഹ് നബിന്റെ മോനല്ലേ കന്നാന്, അതിലും വലുതല്ലല്ലോ ഹൈദർ സൂര്യരും.
ഈ മോന് വഹാബിയായിട്ട് ഉസ്താദ് പെരിയിൽ നിന്ന് പുറത്താക്കിയതാന്ന് പറഞ്ഞാൽ ഇയാൾ വിശ്വസിച്ചു. നമ്മളെ മുഴുവനും വഹാബിയാക്കിക്കൊണ്ടായിരുന്നു ഇവരുടെ പ്രചരണം. ഏതായാലും എൻ്റെ സഹപ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, പ്രിയമുള്ളവരെ, നമ്മൾ ശരിയായ റൂട്ടിലാണ്. സമസ്ത ഹക്കായ റൂട്ടാണ്. അത് ഹക്കായ റൂട്ടാണ്. അതിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുക. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നമ്മുടെ ബാധ്യതയാണ്. നിഅമതാനി മഅബൂറുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ് അസ്സിഹ്ഹത്തു വൽ ഫറാഗ്. ഒഴിവ്, ആരോഗ്യം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കണം, ഇല്ലെങ്കിൽ റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും. സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അതിന്റെ പദ്ധതികൾ എന്തൊക്കെയെന്ന് എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം. ഈ സംഘടനയിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുക. നമ്മുടെ നേതാക്കൾ അവർ നിസ്വാർത്ഥരാണ്, നിഷ്കളങ്കരാണ്. ഇന്നുമുള്ള നേതാക്കൾ അങ്ങനെ തന്നെയാണ്. ആ മറുഭാഗത്തുള്ള നേതാക്കള് നേരം വെളുത്താൽ നേതാവ് എന്താണ് റബ്ബെ പറയാ എന്നൊക്കെ ടിവിയും ഒക്കെ നോക്കി ഉറപ്പ് വരുത്തിയിട്ട് എന്തെങ്കിലും അബദ്ധം പറഞ്ഞോ എന്ന് ഇല്ലേ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് അനുയായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നുള്ള ആ ഗതികേടിലേക്ക് മറുഭാഗം മാറിയിരിക്കുകയാണ്. തലയിൽ മുണ്ടിട്ട് നടക്കുകയാണ് പല അനുയായികളും. മൂല്യന്മാരെന്ന വളരെ കുഴങ്ങിയ ആൾക്കാരേക്ക് വീട് വെക്കാൻ, മക്കളെ കെട്ടിക്കാൻ ബുദ്ധിമുട്ടുന്നവർക്ക് വീട് വെച്ചു കൊടുത്ത്, മക്കളെ കെട്ടിച്ചു കൊടുത്ത്, ബിസിനസ്സിൽ ഷെയർ കൊടുത്ത്, ലക്ഷങ്ങളും കോടികളും കൊടുത്തുകൊണ്ട് കൊടുത്ത കടപ്പാട് മറക്കാൻ കഴിയാത്ത കുറച്ച് ആളുകൾ മാത്രം അവിടെ അള്ളിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. അവർ മാത്രം. ആ ഒരു ഉസ്താദ്, ഇന്ന ഉസ്താദ് നിൽക്കുമ്പോൾ അതൊരു കാര്യമായി ഉസ്താദല്ലേ വിചാരിച്ച കുറച്ച് സാധുക്കളും, ബാക്കിയുള്ളവരൊക്കെ പോന്നു കഴിഞ്ഞു. 959 രണ്ടായതെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ പൊന്നുരുന്തി കുഞ്ഞഹമ്മദ് മുസ്ലിയാർ എന്നവരെ ഉന്നത നേതാവ് മുതൽ ഇങ്ങോട്ടുള്ള ആളുകൾ പോന്ന് ശിഷ്യന്മാരൊക്കെ കൂടൊഴിഞ്ഞ് പോന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആലപ്പുഴ സമ്മേളനം നിർത്തുകയാണ്. ആലപ്പുഴ സമ്മേളനത്തിൽ ചെന്ന് കയറിയപ്പോ ഞാൻ അന്തം വിട്ടുപോയി. ജാമിയ നൂരിയയിൽ വെച്ച് എൻ്റെ കഴുത്തിന് പിടിച്ചുകൊണ്ട് എന്നെ മർദ്ദിച്ച ഒരാള് അവിടെ വന്നുകൊണ്ട് ബാഡ്ജ് വെച്ചിരിക്കുന്നു. നമ്മുടെ പഴയ ആളുകൾക്ക് ഇന്ന് വേദിയിൽ സീറ്റില്ലാത്തൊരവസ്ഥ വന്നിരിക്കുകയാണ്. നമുക്കിതിൽ സന്തോഷമുണ്ട്. എന്നോട് വന്നിട്ട് പറഞ്ഞു, തൊയ്യബേ ക്ഷമിക്കണം, ഞാൻ തെറ്റുപറ്റിപ്പോയി, ഇപ്പോഴാണ് സത്യം ബോധ്യമായതെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സന്തോഷിച്ചുകൊണ്ട് കൈപിടിച്ചു. അവർക്ക് ഹക്ക് ബോധ്യമായി കൊണ്ടിരിക്കുകയാണ്. കാരണം സമസ്തയാണ് ഹക്ക്. സമസ്തക്കെതിരെയുള്ള വിഘടിതരുടെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. പോന്ന് എന്ത് സൗകര്യം വാരിക്കോരി കൊടുത്തിട്ടും അവർ പോന്നുകൊണ്ടിരിക്കുകയാണ്. വഹാബികൾ എന്ന് പറഞ്ഞാൽ അവർ പിളർന്ന് എത്ര പിളർപ്പാണെന്ന് അറിയാത്ത വിധം തകർന്ന് അവർ യോജിച്ച് വീണ്ടും ആഭ്യന്തര കുഴപ്പങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് നമുക്കറിയാം, ജമാഅത്തെ ഇസ്ലാമി ഇഖാമത്തുദ്ദീൻ ഹുക്കൂമത്തെ ഇലാഹി എന്നൊക്കെ പറഞ്ഞുണ്ടാക്കിയ സംഘടന ഒരു തട്ടിപ്പാണ്, കേവലം തറ രാഷ്ട്രീയ പ്രവർത്തനമാണ് നടത്തുന്നത് എന്ന് സമൂഹം തിരിച്ചറിഞ്ഞു. കള്ള തരീഖത്തുകളെ സമൂഹം തിരിച്ചറിഞ്ഞു. ഖാദിയാനികൾ കാഫറാണെന്ന് ജനം ബോധ്യമായി. ഇങ്ങനെ ഈ സമസ്തക്കെതിരെയുള്ള പ്രസ്ഥാനം മുഴുവനും അത് പൊള്ളത്തരമാണ്, വ്യാജമാണ് എന്ന് മുസ്ലിം ബഹുജനം തിരിച്ചറിഞ്ഞ് എല്ലാവരും സമസ്തയുടെ വഴിയിലേക്ക് വരുന്നു. അതാണ് നാം ആലപ്പുഴയിൽ കണ്ടത്. ഈ സമൂഹത്തോട് നമുക്ക് ഒരുപാട് ഉത്തരവാദിത്വമുണ്ട്. ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിക്കാൻ SKSF കടപ്പെട്ടതാണ്. ആരും സ്വീകരിക്കാനില്ലാത്തൊരു കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ഈ പ്രതിസന്ധിയിൽ വളർന്ന ഈ സംഘടന ഇന്ന് നമ്മുടെ ഉപ്പമാരുടെ ഉസ്താദന്മാരായ പ്രായമുള്ള മദ്രസയിലെയും പള്ളിയിലെയും ഉസ്താദന്മാർ ഒരു ജോലി കിട്ടണമെങ്കിൽ അവരുടെ പേരമക്കളുടെ പ്രായമുള്ള SKSF-കാരന്റെ മുമ്പിൽ നിന്നുകൊണ്ട് വിനയത്തോട് നിന്നുകൊണ്ട് ഒരു ഒപ്പ് തരുമോ എന്ന് ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് SKSF-നെ സമൂഹം വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ഒന്നും കഴിവല്ല, നമ്മുടെ നേതാക്കളുടെ ആത്മാർത്ഥതയാണ്, അവരുടെ ദുആയാണ്, വരക്കൽ തങ്ങളുടെ ദുആയാണ്. ആ സമസ്തയുടെ ഇഖ്ലാസുള്ള പിൻഗാമികളാണ്, സമസ്തയുടെ പട്ടാളമാണ് നാം എന്ന് മനസ്സിലാക്കണം. ഞാൻ അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഒരു കാര്യം കൂടി കൂട്ടത്തിൽ പറയട്ടെ. SKSF-ന്റെ തുടക്കകാലത്ത് അഷ്റഫ് ഫൈസി ഭാരവാഹിത്വത്തിന് വേണ്ടി പറഞ്ഞപ്പോൾ ഓടി മറിയാൻ ശ്രമിച്ച് ഞാൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറയെ അമീദ് ഫൈസിക്ക് ശേഷം സെക്രട്ടറി ആക്കാൻ വേണ്ടി കൈ പിടിച്ച് പറഞ്ഞപ്പോൾ കരഞ്ഞ ആളാണ് ബഹുമാനപ്പെട്ട മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ. SKSF-ന് ഇങ്ങനെ ഒരു പാരമ്പര്യമാണ് ഉള്ളത്. പക്ഷേ ഈ അടുത്ത കാലത്ത് ചില സ്ഥലത്ത് പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ ചെന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഒരു പ്രവർത്തകൻ എന്നോട് ചോദിച്ചു, ഞാൻ 2 കൊല്ലമായി ഈ സംഘടനയ്ക്ക് വേണ്ടി കയ്യിൽ കുത്തുന്നു, എനിക്ക് എന്ത് കിട്ടി, സംഘടന എന്താണ് എനിക്ക് കിട്ടിയത് എന്ന് മുഖത്ത് നോക്കി ചോദിച്ചപ്പോൾ നമുക്കതിൽ വളരെ ലജ്ജ തോന്നി. പ്രിയമുള്ളവരെ, SKSF അങ്ങനെയുള്ളൊരു പ്രസ്ഥാനമല്ല. ഇഖ്ലാസിലാണ് അത് പ്രവർത്തിക്കേണ്ടത്. അള്ളാഹുവിൻ പ്രീതി മാത്രമേ ലക്ഷ്യമാക്കാൻ പറ്റുള്ളൂ. അൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അത് സിർറും ബൈനല്ലാഹി വ ബൈനൽ അബ്ദ്. മലക്കുകൾക്ക് പോലും എഴുതാൻ രേഖപ്പെടുത്താൻ കഴിയാത്തതാണ് ഇഖ്ലാസ്. ലില്ലാഹി ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ഉസ്താദന്മാർ ആ വഴിക്കാണ് ശ്രമിച്ചത്. ഒന്നുകൂടി പറഞ്ഞോട്ടെ, സമയം തീർന്നു അറിയാം. ബഹുമാനപ്പെട്ട ഇദ്രീസ് ഉസ്താദും KV ഉസ്താദിനെയും
കൊണ്ടോട്ടിയിലെ SYSന്റെ യോഗത്തിൽ എടവണ്ണപ്പാറ SYS ഉണ്ടാക്കാൻ വേണ്ടി അധികാരപ്പെടുത്തി. അങ്ങനെ മാസങ്ങൾക്ക് ശേഷം വീണ്ടും കൊണ്ടോട്ടിയിലെ SYS യോഗം ചേർന്നപ്പോൾ എടവണ്ണപ്പാറ SYS ഉണ്ടായോ ഉണ്ടായില്ല എന്ന ചർച്ച വന്നു. ആ ഭാഗത്തോടെ ഒരു യോഗത്തിന് വന്നിട്ടുമില്ല. ഐദ്രൂസ് ഉസ്താദ് അവിടെ ഇരിക്കുന്നുണ്ട്. അവസാനം ഉസ്താദിനോട് സ്വാഭാവികമായി ചോദിച്ചു, ഉസ്താദ് അവിടെ SYS ഉണ്ടായി, നിങ്ങൾ പോയിരുന്നോ? ഉസ്താദ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനും കേവിയും പോയി. ഞങ്ങൾ കൊണ്ടോട്ടിയിൽ നിന്ന് 10-15 കിലോമീറ്ററോളം അതിലപ്പുറവും നടന്ന് എടവണ്ണപ്പാറ പോയി നോക്കി, പക്ഷെ അവിടെ ആരും ഉണ്ടായില്ല. ഞങ്ങൾ തിരിച്ചു വന്നു. ഓരോ ചവിട്ടടിക്കും ഞങ്ങൾക്ക് അല്ലാഹു കൂലി തന്നു, ഞങ്ങൾ സംതൃപ്തരാണ്. പക്ഷേ അവിടെ സംഘടന ഉണ്ടായില്ല, അതിന് വേറെ പണിയെടുക്കണമെന്ന് ഐദ്രൂസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞെങ്കിൽ സമസ്തയുടെ ഒരു സമുദ്രനായ നേതാവ് KV ഉസ്താദും നടന്നു പോയി ആരെയും കാണാതെ അവർക്ക് നിരാശയില്ലാതെ തിരിച്ചു വന്നെങ്കിൽ അത് അവരുടെ ഇഖ്ലാസ് ആയിരുന്നു. നമ്മളൊരു യോഗത്തിന് പോയാൽ ഒരു ഭാരവാഹി കുറഞ്ഞാൽ കയർത്തി ചാടും. ഞാനൊരു ജില്ലാ നേതാവ് വന്നിട്ട് ഒരു പഞ്ചായത്ത് നേതാവ്, നിങ്ങളാരും ഇവിടെ ഇല്ലേ, നിങ്ങളെ ഈ പണിക്ക് പറ്റൂലെന്ന് കയർക്കുന്നൊരു സ്വഭാവം പ്രിയമുള്ളവരെ SKSF-നില്ല. മറ്റൊന്നുകൂടി പറയട്ടെ, ഒരിക്കലൊരു ഒരു പരിപാടി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി എല്ലാവരും ഇരിക്കുന്ന സമയത്ത് ഐദ്രൂസ് ഉസ്താദും ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പു ഉസ്താദും കൂടി എന്തോ ഒരു സ്വകാര്യം പറയുന്നത് കേട്ടു. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനിരുന്ന് ഐദ്രൂസ് ഉസ്താദ് ഒരു മീൻ വാങ്ങി, ഒരു എക്സ്ട്രാ പൊരിച്ച മീൻ വാങ്ങി ചോറ് തിന്നുമ്പോൾ, അക്കാലത്ത് ഇടയ്ക്കൊക്കെ ചോറ് തിന്നുന്ന ബാക്കി കഞ്ഞി കുടിക്കുന്ന ഒരു കാലമാണ്. ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പു ഉസ്താദ് ചോദിച്ചു, ഐദ്രൂസ് ഉസ്താദേ, നിങ്ങൾ സാധാരണ ഭക്ഷണം കഴിക്കുമ്പോൾ പൊരിച്ച മീനൊക്കെ തിന്നാറുണ്ടോ ചോദിച്ചു. ഐദ്രൂസ് ഉസ്താദ് പറഞ്ഞു, ഞാൻ സാധാരണ പലപ്പോഴും കഞ്ഞിയ കുടിക്കല്, ഇനി ചോറുന്നാണെങ്കിൽ ഇതിൽ പൊരിച്ച മീനും തിന്നാറില്ല. ഉടനെ ചാപ്പനങ്ങാടി ബാപ്പുജി പറയണം, ഐദ്രൂസ് ഓജരെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, പൊതു ഫണ്ട് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്നത്. പൊതു ഫണ്ട് ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണമേ കഴിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് നിങ്ങളെടുത്ത മീനിന്റെ കാശ് ഇപ്പൊ ഞാൻ കൊടുക്കാം, ഇനി ഇങ്ങനെ മീൻ എടുക്കരുത് കേട്ടോ എന്ന് ഗൗരവത്തോടുകൂടി അവിടെ ഉള്ളവർക്ക് ബോധ്യപ്പെടാൻ വേണ്ടി ഇവരിത് ചെയ്തത്. ആദ്യം മീൻ എടുക്കാൻ ബാപ്പു ഉസ്താദ് തന്നെ ഐദ്രൂസോട് പറഞ്ഞതായിരുന്നു എന്ന് പിന്നെ അറിയാൻ കഴിഞ്ഞു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ സാധാരണ നാടൻ ചോറ് കഴിക്കുന്നവർ പൊതു ഫണ്ടാവുമ്പോൾ ഇനി മന്തി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ്. അത് മനസ്സിലാക്കണം. നമ്മുടെ നേതാക്കൾ കാണിച്ചെന്ന വഴി അതല്ല, ഇഖ്ലാസ് വേണം. ഇതിനൊക്കെ റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. പൊതു ഫണ്ട് ഉപയോഗിക്കുമ്പോൾ ഒരിക്കൽ ഞാൻ ദാറുൽഹുദയിലൂടെ പോകുമ്പോൾ ബഹുമാനപ്പെട്ട ബാപ്പുട്ടിയാജി അവിടെയുള്ള മക്കളെ കൊണ്ട് ആ മണലിൽ ചെതറിക്കിടക്കുന്ന മെറ്റലിന്റെ കഷ്ണങ്ങൾ ഇങ്ങനെ പെറുക്കിക്കുകയാണ്. ഞാൻ ചോദിച്ചത്, എന്തിനാ പെറുക്കുന്നത്? ഉസ്താദ് ബാപ്പുട്ടിയാജി എന്നോട് പറഞ്ഞു, കുട്ടി എവിടെ ഇപ്പൊ പോകുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ ബഹാവുദ്ദീൻ വീട്ടിൽ പെങ്ങളെ വീട്ടിലേക്ക് പോകണം, ഞാൻ തിരിച്ചു വരിയെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു കുറെ വൈകിയാ തിരിച്ചു, ആചാരനെ കാത്തിരിക്കുകയാണ്. തിരിച്ചു വരുമ്പോൾ ബിൽഡിങ്ങിന്റെ പിന്നിൽ ഒരു സ്ഥലത്ത് കൊണ്ട് എനിക്കൊരു വലിയ മെറ്റലിന്റെ കൂട്ടം കാണിച്ചു തന്നിട്ട് അതിലൊരു മെറ്റലിന്റെ കഷ്ണം എടുത്തതിന്റെ വില പറഞ്ഞു. ഞാൻ ഓർക്കുന്നില്ല വില. എന്നിട്ട് പറഞ്ഞു, ഇത് സമുദായം നമ്മളെ വിശ്വസിച്ചേൽപ്പിച്ച അമാനത്താണ്, ഇത് നാളെ അല്ലാഹുവിനോട് നമ്മൾ മറുപടി പറയേണ്ടി വരും. ഈ മണലിൽ ചെതറിക്കിടന്നാൽ ഒരു ഉപകാരവുമില്ലാതെ കിടക്കുകയാണ്. ഇപ്പൊ നോക്കൂ, ഒരു ബിൽഡിങ്ങിന് ഉപകരിക്കാൻ കഴിയും. നിങ്ങൾ എന്നെ പഠിപ്പിക്കേണ്ട ആളാണ് എന്ന് ബഹുമാനപ്പെട്ട ബാപ്പുട്ടിയാജി നമ്മുടെ ഉലമാക്കളിൽപ്പെട്ട ആളല്ല, ഒരു ഉമറാക്കളിൽപ്പെട്ട സൂക്ഷ്മതയുള്ള ബാപ്പുട്ടിയാജിയുടെ സൂക്ഷ്മത ഇതാണെങ്കിൽ ഈ സൂക്ഷ്മതയാണ് പൊതുമുതൽ ചെലവഴിക്കുമ്പോഴുള്ള സൂക്ഷ്മത, ഇഖ്ലാസിന്റെ കാര്യത്തിലുള്ള നേതാവാകുമ്പോൾ അനുയായികളോട് കാണിക്കേണ്ട സൂക്ഷ്മത. ഇങ്ങനെ ഒരുപാട് നമ്മുടെ നേതാക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ മാർഗത്തിലൂടെയാണ് പ്രിയമുള്ളവരെ SKSF ചരിക്കേണ്ടത്. ഈ മാർഗമാണ് സ്വീകരിക്കേണ്ടത്. ഈ മാർഗം സ്വീകരിച്ചത് കൊണ്ടാണ് മഹല്ലത്തുകളിൽ ഒരു ജോലി കിട്ടാൻ, അംഗീകാരം കിട്ടാൻ SYSന്റെ ലെറ്റർ സ്വീകരിക്കുകയില്ല, മുഷാവറയുടെ ലെറ്റർ സ്വീകരിക്കുകയില്ല, SMFന്റെ ലെറ്റർ സ്വീകരിക്കില്ല. SKSFകാരന്റെ ലെറ്റർ ആണ് സമസ്തയുടെ മുഴുവൻ സംഘടനകളും നേതാക്കളും അംഗീകരിക്കുന്നുവെങ്കിൽ നമ്മുടെ ഈ അച്ചടക്കത്തിന്റെ, ഈ വിജ്ഞാനം, വിനയം, സേവനം എന്ന നമ്മുടെ മുദ്രാവാക്യത്തിന്റെ അംഗീകാരമാണ്. അതുകൊണ്ട് ഇഖ്ലാസോടുകൂടി ഭൗതിക താല്പര്യം ഒന്നും പാടില്ല. നാളെ റബ്ബിന്റെ മുമ്പിൽ നമ്മുടെ മഹാന്മാരായ ഉസ്താദന്മാർ ഉറക്കെ കെലിമ ചൊല്ലി സ്വർഗം കണ്ട് ചിരിച്ചു മരിച്ചു പോയവരാണെങ്കിൽ ആ ഉസ്താദന്മാരുടെ ആ വഴിക്ക് മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അവരൊക്കെ ശഫായത്തിന് അവകാശമുള്ളവരാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയും ബഹുമാനപ്പെട്ട KT ഉസ്താദും ചെറുശ്ശേരി ഉസ്താദും കാളമ്പാടി ഉസ്താദും നാളെ മഹ്ശറിൽ ഇത് നമ്മുടെ മക്കളാണ്, സമസ്തയുടെ മക്കളാണ്, SKSFന്റെ കുട്ടികളാണെന്ന് പറഞ്ഞ് നമ്മളെ കൈ പിടിച്ച് കൊണ്ടുപോകുമെന്നൊരു വിശ്വാസം നമുക്കുണ്ട്. ആ ഒരു രീതിയിൽ സമസ്തയ്ക്ക് വേണ്ടി, SKSFന് വേണ്ടി ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കുക. അള്ളാഹു നമ്മുടെ പ്രവർത്തനം കബൂൽ ചെയ്യുമാറാവട്ടെ. ഒരല്പം സമയം വൈകിയിട്ടുണ്ട്, നിങ്ങളോടൊക്കെ ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഒക്കെ ദുആ ചെയ്യണം. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.